عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് ഒരു മനുഷ്യൻ ചോദിക്കാനില്ല. ബഹുമാനപ്പെട്ട MT ഉസ്താദ്, സുന്നീസും അടങ്ങിയ ഒരുപാട് ആളുകള് ഉത്തരം പറയാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. എവിടെയെങ്കിലും പോയാൽ ഇത്ര നല്ല അവസരം കിട്ടുമോ? സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലല്ലാതെ. ബഹുമാനപ്പെട്ട ഹാഷിം ബിൻ ഫൈസൽ നേരത്തെ ഒരു മുജാഹിദ് പ്രസ്ഥാനക്കാരനുമായിട്ട് വരുമെന്ന് അറിയിച്ചിരുന്നു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് ഒരുപാട് ആളുകൾ മൈക്ക് എടുക്കാൻ ശ്രമിച്ചു, മൈക്കൊന്നും കിട്ടുന്നില്ല. എന്താ ബൈലക്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? റേഡിയോ ശ്രോതാക്കൾക്ക് പ്രയാസം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ മൈക്കിൽ വന്നത്. ഇൻഷാ അള്ളാ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ 235 ID സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലുണ്ട്. ഇതിൽ ഒരാൾക്ക് ഒരു സംശയം ചോദിക്കാനില്ല. ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട് ഇനി ഉസ്താദുമാരൊക്കെ ഇന്നലെ ഉസ്താദുമാരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും, പൂച്ചകൾ വരുന്ന മാതിരി. അടുക്കളയിൽ എല്ലാ സാധനങ്ങളും അടച്ചുപൂട്ടി ഉമ്മമാരെ കടന്നുറങ്ങുന്ന സമയത്താണ് ഈ പൂച്ചകൾ വരല്. ഇത്രയും നല്ല അവസരം ഉണ്ടായിട്ട് എന്തായാലും മൈക്കിൽ വരാത്ത എല്ലാവർക്കും, ആർക്കും മൈക്കിൽ ഒരു കാര്യങ്ങളില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. ആർക്കെങ്കിലും ഡോട്ട് ഉണ്ടോ? ആർക്കും ഡോട്ടില്ല. APക്കാർക്ക് വരാം, മുജാഹിദുകാർക്ക് വരാം, എല്ലാ ബിദായി പ്രസ്ഥാനക്കാർക്കും അവസരമാണ്, തുറന്ന അവസരം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, സംശയമുള്ള ആളുകൾക്കൊക്കെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മൈക്കിലേക്ക് സ്വാഗതം. എല്ലാവരെയും വളരെ വിനയത്തോട് കൂടിയിട്ട് നിങ്ങളെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ട് മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും റൈസാൻഡ് ചെയ്ത് വരണം. ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട് ആരും മൈക്കിൽ വരാതിരിക്കുന്ന എന്താ? സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമോട്, സമസ്തയുടെ മക്കളോട് കളിക്കാൻ ആരുമില്ല. ആർക്കും സമസ്തയോടൊന്നും ചോദിക്കാനില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മൈക്കിൽ വരണം. 3 ആളുകൾ റൈസാൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ആദ്യമായിട്ട് റിയൽ എന്ന് തുടങ്ങുന്ന ID, അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സംശയം ചോദിക്കുക. നിങ്ങൾ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. മൈക്കിൽ വന്ന് സംശയം ചോദിക്കുക. DC ആവുന്നുണ്ടോ? എന്താണ് മൈക്കിൽ വരുന്ന ആളുകൾക്ക് കയ്യിൽ നിന്നൊക്കെ മൈക്ക് പോകുന്നുണ്ടല്ലോ? സലാം പറഞ്ഞു, കേട്ടു. ഇനി നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ ഇൻഷാ അല്ലാഹ് റൈസാൻഡ് ചെയ്യാം. ഹാഷിം ബിൻ ഫൈസലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈസാൻഡ് ചെയ്ത്, ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇനി ചോദ്യത്തിലേക്ക് കടന്നോളൂ. ഉസ്താദുമാരൊക്കെ മറുപടി പറയും ഇൻഷാ അല്ലാഹ്. കുത്തുബയുടെ ഭാഷ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബൈലക്സിൽ സംസാരിക്കുമ്പോഴേ എന്തോ എന്റെ സംസാരം ഇപ്പൊ എന്താ, ഞാൻ കുറെ മൈക്ക് എടുക്കാൻ ശ്രമിച്ചിരുന്നു, മൈക്ക് കിട്ടുകയല്ലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഫസൽ ഫാസു മൈക്ക് എടുക്കുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടുകയും ചെയ്ത്. എന്റെ സംസാരം ശരിക്കും കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ ചിലപ്പോ ശരിയാതായിരിക്കും. ഇപ്പൊ ചിലപ്പോ ശരിയായിട്ടുണ്ടാവാം. അതുകൊണ്ട് ഹാഷിം ബിൻ ഫൈസൽ നിങ്ങൾ മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
എനിക്ക് കുത്തുബയുടെ ഭാഷയെ കുറിച്ചിട്ടാണ് ചോദിക്കാനുള്ളത്. വെള്ളിയാഴ്ച കുത്തുബകളിലോ മറ്റു കുത്തുബകളിലോ ഖത്തീബിനോ മറ്റുള്ളവർക്കോ ആവശ്യമായ കാര്യം ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നതിൽ യാതൊരു ദോഷമില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ബൈലക്സിൽ ഒരുപാട് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, നയിക്കാണ്ട് കിട്ടുന്നില്ല. നമ്മുടെ ചർച്ച സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഹാഷിബിൻ ഫൈസൽ അദ്ദേഹം ചോദ്യം ചോദിക്കാൻ പല സന്ദർഭങ്ങളിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സലാം ചൊല്ലുന്നത് കേൾക്കുന്നു, പിന്നെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹം കട്ടാകാണ്. ഇപ്പോഴും അദ്ദേഹം ചോദിച്ച ചോദ്യം മുഴുവനാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ബൈലക്സിന്റെ പ്രശ്നങ്ങളാണ്. ഉള്ള സാധ്യതകൾ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹം ഖുതുബയുടെ ഭാഷ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ ഖുതുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഷാഫിഈ മദ്ഹബിലെ അടിസ്ഥാന നിയമങ്ങൾ ആവിഷ്കരിച്ച മഹാൻ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് ശരി. ഹാഷിം ബിൻ ഫൈസൽ അദ്ദേഹം PM അയച്ചിട്ടുണ്ട്. അദ്ദേഹമല്ല ചോദിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ് എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കുഴപ്പമില്ല. നമുക്കിവിടെ വൈജ്ഞാനികമായ ചർച്ചകൾ നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആര് ചോദിച്ചാലും ചോദ്യം പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള ചോദ്യം ആർക്കും ചോദിക്കാം. അത് ഒരാളെ നയിക്കുന്നതിന് വേറൊരാളെ ചോദിക്കുന്നതിന് യാതൊരു വിരോധമില്ല. അപ്പോ പിന്നെ മുഖവരയില് ആളെ പരിചയപ്പെടുത്താത്തത് കൊണ്ടുണ്ടായൊരു പ്രശ്നമാണ്. ഇനി അടുത്ത ചാൻസിൽ ഇതാരാണ് സംസാരിക്കുന്നത് എന്നൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കുന്നവർക്കൊക്കെ അതൊന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാൻ നല്ലതാണ്. അപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഷാഫിഈ മദ്ഹബിന്റെ നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ആ ആവിഷ്കരിച്ച നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പിൽക്കാല പണ്ഡിതന്മാർ ഷാഫി ഇമാമിന്റെ ശിഷ്യഗണങ്ങൾ ഉൾപ്പെടുന്ന ഷാഫി മദ്ഹബിലെ ഇമാമുകൾ അവർ ക്രോഡീകരിച്ച അവർ ദീനിന്റെ വ്യാഖ്യാനങ്ങളായിട്ട് രചിച്ച ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ് ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ജനങ്ങളുടെ ഭാഷയിൽ ഖുതുബ നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെ ഷാഫി ഇമാം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അതിന് വ്യക്തമായിട്ട് നമുക്കുള്ള മറുപടി. ഷാഫി ഇമാം പറഞ്ഞിട്ടില്ല. കാരണം ഷാഫി മദ്ഹബ് അങ്ങനെയല്ലല്ലോ. ഷാഫി മദ്ഹബ് പ്രകാരം ഖുതുബയിലെ അറബിയത്ത് ഷർത്താണെന്നാണ്, നിബന്ധനയാണ്. ഖുതുബ സ്വഹീഹാവാൻ തന്നെ അത് നിബന്ധനയാണ് എന്നുള്ളതാണ്. ഇതിനാ നിരക്കിൽ ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ വ്യക്തമായ മറുപടി. റിലീസ് എന്റെ പേര് മുസ്താഖ്, സ്ഥലം തൃശ്ശൂരാണ്.
അപ്പോ ഞാൻ ചോദിക്കാനുള്ളത് ഉണ്ടല്ലേ, വെള്ളിയാഴ്ച ഖുതുബകളിലോ മറ്റു ഖുതുബകളിലോ ഖത്തീബിനോ മറ്റുള്ളവർക്കോ ആവശ്യമായ കാര്യം ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ-ഉമ്മിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അത് തന്നെയാണ് നമ്മൾ മറുപടി പറഞ്ഞത്. അങ്ങനെ ഷാഫിമാൻ പറഞ്ഞിട്ടില്ലാന്നേ. ഖുതുബ അവരുടെ ഭാഷയിൽ നിർവഹിക്കുന്നത് ഒരു കുഴപ്പമില്ല എന്ന് ഈ ഖതീബിനും ജനങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖുതുബ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഖുതുബ എന്ന് പറയുന്ന ആ ഇബാദത്ത് അത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ എന്ന് പറഞ്ഞിട്ട് അറബി അല്ലാത്ത ഭാഷ, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ തിരിഞ്ഞ ആ ഭാഷയിൽ ഓടാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് ഇതര ഭാഷകളെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനറബി ഭാഷ, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോ നിങ്ങൾ സൗദി അറേബ്യയിലുള്ള ആളാണെങ്കിൽ അവിടെ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ അറബി ആയിരിക്കും. ഒട്ടുമിക്ക അറേബ്യൻ രാഷ്ട്രങ്ങളും ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ അറബി ആയിരിക്കും. അതല്ലാത്ത അനറബി ഭാഷ, ഇംഗ്ലീഷ്, ഉറുദു, മലയാളം, ഇംഗ്ലീഷ്, പിന്നെ തമിഴൊക്കെ ഉണ്ടല്ലോ, അത്തരം ഭാഷയിൽ പിന്നെ ഖുതുബ നിർവഹിക്കണം എന്ന് ഷാഫിമാൻ പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ഷമിക്കണം, ഇപ്പൊ വന്നാണ്. വിഷയം എന്തായാലും പ്രശ്നമില്ലല്ലോ അല്ലെ? ഇസ്തിഗാസയായ പ്രശ്നമില്ലല്ലോ. വിഷയം മാറിപ്പോയെന്നുള്ളൊരു ബഹുമാനപ്പെട്ട എം പി താലിം ഉസ്താദ്, ഒരു ചെറിയ ചോദ്യം. പിന്നെ അള്ളാഹു നമ്മൾ വളരെ അടുത്താണ്. നമ്മൾ എവിടെ നിന്ന് എങ്ങനെ ചോദിച്ചാലും അള്ളാഹു മറുപടി തരും. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അള്ളാഹുവിനോട് എല്ലാം ചോദിച്ചാൽ പോരെ? എന്തിനാ ഈ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ചോദിക്കുന്നത്? അത് ശിർക്കാണെന്ന് ചിലരൊക്കെ പറയുന്നു. അങ്ങനെ അത് ശിർക്കായിട്ട് നാളെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് കുറ്റം കിട്ടിയാലോ? ഓക്കെ. ആഷിം ബിൻ ഫൈസൽ, പിന്നെ നിങ്ങൾ റിയാദിലല്ലേ? ആഷിം ബിൻ ഫൈസലിന്റെ ശബ്ദം നിങ്ങൾ റിയാദിലല്ലേ? ആഷിം ബിൻ ഫൈസൽ, ഓക്കെ ഓക്കെ, നമ്മളെ ഹബീബാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ വരാം. അതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് മൂപ്പർ തന്നെ വയ്ക്കാം. ഇതര ഭാഷകളിലുള്ള ഒരു ജുമാ ഖുതുബയിൽ നമ്മൾ പങ്കെടുത്താൽ അതിന്റെ മസല എന്താണ്? ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആക്കുക. ഹാഷിം ബിൻ ഫൈസൽ സാഹിബ്, മിസ്ദാഖല്ലേ സംസാരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം നമ്മൾ ക്ലിയർ ആക്കുക. നമ്മളത് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തേക്ക് കയറണം മതി. നമ്മളെ ARC-KP പിന്നെ അത് നിങ്ങളെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ. കാരണം അള്ളാഹുവിനോട് ചോദിച്ചാൽ പോലെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ പഠിച്ചോനേറ്റെ ഇത് അങ്ങനെ വാദമുണ്ടോ? അതിന്റെ ഇപ്പൊ പറയണം. അപ്പൊ അതാണ് കേട്ടെ. മുസ്താഖ് തൃശ്ശൂർ, അൽഹംദുലില്ലാ. ഞാൻ മിസ്ദാഖ് എന്നാണ് കേട്ടത്. അതൊക്കെ നമ്മുടെ ബൈലക്സിന്റെ ചില പ്രശ്നങ്ങളിൽ പെട്ടതാണ്. അത് ARC-KP ഒന്ന് അടങ്ങിക്ക്. നിങ്ങളിപ്പോൾ കയറി വരാം. ഇവിടെ നിന്ന് മഗ്‌രിബ് മുതൽക്ക് ഞങ്ങള് ക്ലാസ് റൂമിലുണ്ട്. നിങ്ങളിപ്പോൾ കയറി വന്നിട്ട് അടിയിൽ വെച്ച് കാണുന്ന ഒരു ചോദ്യം. ഇപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ഹാഷിം ബിൻ ഫൈസൽ സാഹിബിന്റെ ഐഡിയില് നമ്മുടെ മുസ്താഖ് എന്ന സുഹൃത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്ന് കേൾക്കാൻ തൽക്കാലം നമ്മുടെ ARC-KP പിന്നെ അവർകളോടൊന്ന് അപേക്ഷിക്കുകയാണ്, മറ്റുള്ള ആൾക്കാരോടും അപേക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ നല്ലൊരു ചോദ്യമാണത്. ആ മുസ്താഖിന്റെ ചോദ്യം വളരെ നല്ല ഒരു ചോദ്യമാണ്. കാരണം നല്ലൊരു ചോദ്യം എന്ന് പറയാൻ കാരണം മുസ്താഖ് എന്ന് പറയുന്ന ആ ഒരു സഹോദരന്റെ ഒരു അദ്ദേഹം സ്വന്തമായിട്ട് പിന്നെ ഉണ്ടായ സംശയം ആവാനും സാധ്യതയുണ്ട്. അല്ല മറ്റുള്ളവരാരെങ്കിലും പറയുന്നതോ പ്രസംഗിക്കുന്നതോ എഴുതിയതോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതാവാനും സാധ്യതയുണ്ട്. അതിൽ രണ്ടാമത്തെ സാധ്യത ആണ് ഞാൻ കൂടുതൽ പ്രബലമാക്കുന്നത്. കാരണം സാധാരണഗതിയിൽ മുജാഹിദുകളൊക്കെ ഈ ഖുതുബ അന്യഭാഷ നിർവഹിക്കണമെന്ന്
വാദിക്കുന്നവരുടെ ഒരു പ്രയോഗമാണ് ഷാഫി ഇമാം ഞങ്ങളുടെ വാദക്കാരനാണ് എന്നുള്ള പ്രയോഗം. ഷാഫി ഇമാം ഞങ്ങളുടെ വാദക്കാരനാണ് എന്നുള്ള പ്രയോഗം അവർ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഷാഫി ഇമാം അത് കിതാബിൽ ഉമ്മിൽ പറഞ്ഞിട്ടുണ്ട് എന്നും പറയാറുണ്ട്. അപ്പൊ ഞാനതിനെ പറ്റി പറയാണ് ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് അറിഞ്ഞിരുന്നാലേ. കാരണം ഷാഫി ഇമാം അങ്ങനെ പറയൂല. കാരണം ഷാഫി ഇമാമിന്റെ മദ്ഹബിനെ നൂറ്റാണ്ടുകളായിട്ട് അവിടുത്തെ ശിഷ്യഗണങ്ങളും അവിടുത്തെ കിതാബുകൾ സമഗ്രമായി പരിശോധിച്ച ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കടക്കമുള്ള ലോകോത്തര പണ്ഡിതന്മാര് നൂറ്റാണ്ടുകളായിട്ട് അവർ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും തന്നെ ഇങ്ങനൊന്നും മനസ്സിലാക്കാതെ പിന്നെ കിതാബിൽ ഉമ്മിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. കാരണം ഇത്രയും കാലമുള്ള ഇമാമുമാർക്കോ പണ്ഡിതന്മാർക്കോ മനസ്സിലാവാത്ത ഒരു ഇബാറത്ത് കിതാബിൽ ഉമ്മിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഗൗരവപ്പെട്ട വിഷയമാണ്. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അപ്പൊ ആ വിഷയം നമ്മൾ അതിന്റെ ക്ലിയറൻസ് അത് എന്താണെന്നുള്ളതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. അപ്പൊ അത് ക്ലിയർ ആയതിനു ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് താങ്കൾ ചോദിച്ച അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അങ്ങനെയാണെങ്കിൽ അല്ലുമ്മിലിപ്പോ ഉസ്താദ് പറയുന്ന അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന്. ഓക്കെ, അത് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. കാരണം ഞാനൊരു പണ്ഡിതനല്ല, അതുകൊണ്ട് അതെന്തായാലും തീർച്ചയായും ഇൻഷാ അല്ലാഹ് പരിശോധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ സത്യത്തിന്റെ ഭാഗത്താണല്ലോ നിൽക്കേണ്ടത്. ഓക്കെ. പിന്നെ ജുമാ ഖുതുബ ളുഹർ ചുരുക്കിയതാണ് എന്നൊരു വാദം പലരും പറയണായി കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? ഇനി ഞാന് ഇവിടെ മുജാഹിദുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഇബാറത്ത് ഷാഫി ഇമാമിന്റെ ഇബാറത്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഷാഫി ഇമാമ് ഖുതുബ എന്ന് പറയുന്ന ഇബാദത്തിന്റെ ഇടയിൽ ഖുതുബ എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ട് നമ്മൾ നിർവഹിക്കുന്ന ജുമുഅയുടെ ശർത്തായ ഖുതുബുണ്ട്. ജുമുഅ എന്ന് പറയുന്ന ഇബാദത്ത് സഹീഹാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ഖുതുബ, ആ ഖുതുബ നടത്തുന്നതിനിടയിൽ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് സംസാരിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യണം? അതൊരു വിഷയമാണ്. അതിന് ഉദാഹരണം നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോ ഒരു കണ്ണുപൊട്ടല് പള്ളിയിലേക്ക് കയറി വരികയാണ്. അപ്പോ വാതിലിന്റെ നിലപ്പടി, എന്താ പറയാ, നിലമ്പടിന്നോ എന്താ നിങ്ങളെ നാട്ടിലെന്താ പറയാൻ അറിയില്ല, ഉമ്മറപ്പടി എന്നൊക്കെ പറയുന്നത് നമ്മള്. അപ്പൊ അതിമ അയാൾ തട്ടിത്തടഞ്ഞ് വീഴുന്ന ഒരു രംഗം കാണുകയാണെങ്കിൽ അതിപ്പോ മൗമൂമിങ്ങളെ അല്ലെങ്കിൽ സദസ്യരാരും കാണൂല. കാരണം അവരൊക്കെ കിബിലയിലേക്ക് അഭിമുഖീകരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇമാമ് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന പിന്നെ ഖുതുബ നിർവഹിക്കുമ്പോ വരുന്ന ആളുകളൊക്കെ കാണുമല്ലോ. അപ്പൊ ഒരു അന്ധനായ മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നത് കാണാം. അപ്പൊ അയാൾ തട്ടിത്തടഞ്ഞ് വീഴുന്നത് കാണുകയാണെങ്കിൽ ആരോടേലും അയാളിതാ വരുന്നൊന്ന് കൈ പിടിച്ചാണി എന്നിങ്ങനെ ഒരു അന്യഭാഷയിൽ അനിവാര്യമായ നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് ഫിഖ്ഹിന്റെ കിതാബ് പറയുന്നുണ്ട്. അത് ഒരിക്കലും ഖുതുബയല്ല. അത് ഖുതുബയുടെ ഇടയിൽ നടത്തേണ്ടി വരുന്ന എന്തെങ്കിലും സംസാരം, ഇങ്ങനെയുള്ള അനിവാര്യമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുമ്പോൾ നടത്തേണ്ടി വരുന്ന ഒരു വാക്കുകളാണ്. അത്തരം വാക്കുകൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ പറ്റൂല എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇമാം ഷാഫി തങ്ങളവിടെ പറയുന്നത്. അങ്ങനെയുള്ള സംസാരം കൊണ്ട് ഖുതുബ ഫാസിദാകുമോ ഇല്ലയോ? അത് ഫാസിദാവൂല. ഫലാ യുഫ്സിദു ഖുതുബതഹു വലാ സലാത്തഹു. അത് അയാളുടെ ഖുതുബനെയോ നിസ്കാരത്തിനെയോ അത് തകരാറ് വരുത്തൂല എന്ന് ഷാഫി ഇമാം പറയുന്നുണ്ട്. അത് ഖുതുബയെ സംബന്ധിച്ചല്ല പറയുന്നത്. മറിച്ച് ഖുതുബയ്ക്കിടയിൽ ഇങ്ങനെയുള്ള അനിവാര്യമായ സാഹചര്യത്തിൽ സംസാരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അത് ഒരിക്കലും അത് കലാമുന്നാസ്, ജനങ്ങളോടുള്ള ആ ഒരു സംസാരം ഖുതുബ എന്നുള്ള ഔദ്യോഗികമായ ശറഇന്റെ ഇബാദത്തായി പറയുന്ന അതല്ല അവിടെ. അതൊക്കെ നിയ്യത്തനുസരിച്ചാണ്. നമ്മൾ ഖുതുബ എന്ന് പറയുമ്പോൾ ഖുതുബ എന്ന നിയ്യത്തോടുകൂടി ഞാൻ ഖുതുബയാണ് നിർവഹിക്കുന്നത് എന്ന മനസ്സോടുകൂടി നിർവഹിക്കുന്ന ഇബാദത്തും അതിനിടയിൽ ഏതെങ്കിലും മനുഷ്യന്മാരോട് സംസാരിക്കുന്ന സംസാരവും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നത്. ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. ഈ ഖുതുബ എന്ന് പറയുന്നത് നിസ്കാരം പോലുള്ള ഒരു ഇബാദത്താണ്. നിസ്കാരം അതേപോലെ തന്നെ തവാഫ് അത് മറ്റൊരു ഇബാദത്താണ്. അതേ സമയത്ത് തവാഫില് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു, അതുകൊണ്ട് തവാഫ് ബാത്തിലാവില്ല. അതിന്റെ അർത്ഥം ആ സംസാരം തവാഫാകുന്നതല്ല. നിസ്കാരത്തിൽ നമ്മൾ സംസാരിച്ചു,
എന്നാൽ നിസ്കാരം ബാത്തിലാവും. ആ സംസാരം നിസ്കാരം ആയതുകൊണ്ടല്ല, മറിച്ച് നിസ്കാരത്തിൽ അന്യ സംസാരം നടത്തിയതുകൊണ്ടാണ്. എന്നതുപോലെ ഖുതുബയ്ക്കിടയിൽ അന്യ സംസാരം എന്ന് പറഞ്ഞാൽ ഖുതുബയല്ലാത്ത സംസാരം അനിവാര്യമായി വരുന്ന സാഹചര്യത്തിൽ നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ആ പറയുന്നത്. അതൊരിക്കലും തന്നെ ഖുതുബയാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളാണ് അങ്ങനെ വിശദീകരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഹാഷിം ബിൻ ഫൈസലിന്റെ ആ ഐഡിയിൽ സംസാരിക്കുന്ന സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കും, പിന്നെ അടുത്ത ചോദ്യം ചോദിക്കാം കേട്ടോ. നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം നേരത്തെ ചോദിക്കാൻ തുടങ്ങിയാലോ, അത് ചോദിക്കും. പിന്നെ ഒന്നുകൂടി പറയാം, നിങ്ങൾ പരിശോധിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ ഒരു വാക്കിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. ഈ പരിശോധിച്ചിട്ട് പറയാം എന്ന്, അപ്പൊ നിങ്ങൾ ഇതുവരെ അത് ചോദിച്ചത് പരിശോധിക്കാതെയാണ് ചോദിച്ചത്. ഇനി നിങ്ങൾക്കത് സ്വന്തമായി പരിശോധിക്കാൻ കഴിയും എന്നാണോ നിങ്ങൾ പറയുന്നത്, അതോ ഏതെങ്കിലും ആളുകളെ സമീപിച്ചിട്ട് അവരെ കൊണ്ട് പരിശോധിപ്പിച്ച് അവർ പറയുന്നത് അപ്പടി കേൾക്കും എന്നാണോ പറയുന്നത്? അതുകൂടി ആ രണ്ടാം ചോദ്യത്തിന്റെ ഒരു ആമുഖമായിട്ട് പറയുന്നത് വളരെ ഹൈറായിരിക്കും. കാരണം ഈ പരിശോധിച്ചു പറയാം എന്നുള്ള മറുപടി ഇപ്പോ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പലരും പറയുന്നൊരു വാക്കാണ്. അത് ഞാൻ പരിശോധിച്ചു പറയാം. എന്നാൽ എവിടെ പരിശോധിക്കും, എങ്ങനെ പരിശോധിക്കും എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടല്ല, വേറെ ആരോടോ ചോദിച്ചിട്ട് അയാൾ പറയുന്നത് പോലെ അപ്പടി കേൾക്കും എന്നുള്ള ഒരു അർത്ഥത്തിൽ പരിശോധിച്ച് പറയാം എന്ന് പറയാറുണ്ട്. അത് ഒരു ശരിയായ പ്രവണതയല്ല എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ആ കാര്യം കൂടി ഒന്ന് വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും. ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അല്ലുമ്മ എഴുതിയത് അറബി ഭാഷയിലാണല്ലോ. അപ്പോ ഞാൻ ഒരു പണ്ഡിതനല്ല, അറബി ഭാഷ വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളല്ല. അതുകൊണ്ട് അതിന്റെ പരിഭാഷകൾ അതിപ്പോ വിവിധ വിഭാഗങ്ങൾ എഴുതിയതിപ്പോ നിലവിൽ ലഭ്യമാണെന്നാണ് എന്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായും പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കണമെന്നാണ് ആഗ്രഹം. ഇനി രണ്ടാമത്തെ ചോദ്യം, ജുമാ ഖുതുബ ളുഹർ ചുരുക്കിയതാണ് എന്നൊരു വാദം ഞാൻ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായി. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ഒന്ന് പറയണം. അതിന് നിജസ്ഥിതി പറയാം. അതിനു മുമ്പായിട്ട് കിതാബുൽ ഉമ്മിന് അങ്ങനെ ഒരു പരിഭാഷ മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ലട്ടോ, എന്റെ അറിവിലില്ല. ഇനി ഖുതുബ പരിഭാഷ അല്ലെങ്കിൽ അന്യഭാഷയിൽ ഖുതുബ നിർവഹിക്കാം എന്ന് പറയുന്ന ആളുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇബാറത്തിനെ അടർത്തി മാറ്റി നടത്തിയ പരിഭാഷ അതൊരിക്കലും നിങ്ങൾ അവലംബിച്ചു പോരുത്. നിങ്ങളതൊരിക്കലും അവലംബിക്കാൻ പാടില്ല. നിങ്ങളതല്ല ചെയ്യേണ്ടത്. അവിടെയാണ് നിങ്ങളെപ്പോലുള്ള നിഷ്കളങ്കരായ ആളുകൾക്ക് പറ്റുന്ന അമളിയും അബദ്ധവും അവിടെയാണ്. ഏതെങ്കിലുമൊക്കെ ഇതിന്റെ വിരോധികളായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ എഴുതുമ്പോൾ ഇബാറത്തുകളെ അടർത്തി മാറ്റിയിട്ട് നടത്തുന്ന പരിഭാഷയെ അവലംബിക്കുന്ന ഒരു പ്രവണത പല നിഷ്കളങ്കരായ ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അത് ശരിയായ രീതിയല്ല. ഇപ്പോ നിങ്ങൾ പരിശോധിക്കാം എന്ന് പറയുന്നു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരിശോധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി, കാരണം അറബി ഭാഷയിലാണ്. പിന്നെ പരിഭാഷകളാണെങ്കിലോ കിതാബിൽ ഉമ്മിന് ആരെങ്കിലും എഴുതിയതായിട്ട് എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ അതൊന്ന് അറിയിച്ചെന്ന് നമുക്കത് സംഘടിപ്പിക്കാൻ നിങ്ങളുടെ ഒരു സഹായമാകും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പൊതുവേ ഷാഫിഈ മദ്ഹബിന്റെ എല്ലാ കിതാബുകളിലും പറഞ്ഞ ഒരു സംഗതി അവിടുത്തെ ഉമ്മിലും പറഞ്ഞതേ ഉള്ളൂ. അതായത് ഖുതുബ നിർവഹിക്കുന്നതിനിടയിൽ സാന്ദർഭികമായി അനിവാര്യമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങളിൽ ഇടപെടുന്നത് അത് പറ്റോ പറ്റൂല എന്നുള്ള ഒറ്റ വിഷയം മാത്രമാണ് ബഹുമാനപ്പെട്ടവര്. അത് ഖുതുബനെ തകരാറിലാക്കുമോ ഇല്ലയോ, അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. നിസ്കാര വേളയിൽ സംസാരിക്കുന്നത് നിസ്കാരത്തിന് തകരാറാക്കും. തവാഫ് വേളയിൽ സംസാരിക്കുന്നത് തവാഫിനെ തകരാറാക്കില്ല. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതിനർത്ഥം ആ സംസാരം തവാഫ് ആണെന്നല്ല, പ്രസ്തുത സംസാരം നിസ്കാരമാണെന്നുമല്ല, എന്നതുപോലെ പ്രസ്തുത സംസാരം ഖുതുബയാണെന്നുമല്ല. ഖുതുബ എന്ന നിയ്യത്തോടുകൂടി ഖുതുബ നിർവഹിക്കുന്നു എന്ന മനസ്സോടുകൂടി നടത്തുന്ന ആ ഇബാദത്തിനെ അത് അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കണം എന്ന് ഷാഫി ഇമാം അവിടുത്തെ ഒരു സ്ഥലത്തും ഒരു ഇമാം ഉമ്മിന്റെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ? നിങ്ങൾക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. പക്ഷെ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി ക്ലാസ് റൂമിൽ വരണം. എന്നിട്ട് ഞാനിങ്ങനെ പരിശോധിച്ചു അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു പരിഭാഷ വായിച്ചു അതിലിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് അതിന്റെ നിജസ്ഥിതി ഒന്നുകൂടി നിങ്ങൾ പഠിക്കണം.
പറഞ്ഞു നിർത്തരുത്. നിങ്ങളുടെ പരിശോധന അവിടെ വെച്ച് നിങ്ങൾ നിർത്താൻ പാടില്ല. തുടർന്ന് നിങ്ങൾ ക്ലാസ് റൂമിൽ വരണം, വന്നിട്ട് ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഖുതുബ എന്ന് പറയുന്നത് ബുഹറിനെ ചുരുക്കി, ബുഹർ 4 റക്അത്ത് ചുരുക്കി ജുമുഅ 2 ആയപ്പോ ആ 2 റക്അത്തിന്റെ സ്ഥാനത്താണോ അല്ലയോ, അത് ശാഫിഈ മദ്ഹബിലെ ഇമാമുമാർക്കിടയിൽ 2 വീക്ഷണം അതിന് നിലനിൽക്കുന്നുണ്ട്. 2 വീക്ഷണം. ഒന്ന്, അത് 2 റക്അത്തിനെ ചുരുക്കി അതിന്റെ സ്ഥാനത്ത് ബുഹറിന്റെ 4 റക്അത്തുള്ള 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്ന ഒരു വീക്ഷണമുണ്ട്. അതോടൊപ്പം തന്നെ അല്ല, ജുമുഅ എന്ന് പറയുന്നത് സ്വതന്ത്രമായി 2 റക്അത്ത് സുബ്ഹി പോലെ തന്നെ 2 റക്അത്ത് തന്നെയാണ്, അല്ലാതെ 4 റക്അത്തിൽ നിന്ന് ചുരുക്കിയതല്ല എന്നുള്ള വീക്ഷണം. ഈ 2 വീക്ഷണം ശാഫിഈ മദ്ഹബിലുണ്ട്. അതിന് പ്രബലമായ വീക്ഷണം ഇമാം ഇബ്നു ഹജർ ഹൈത്തമിയൊക്കെ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചുരുക്കിയതല്ല എന്നുള്ള വീക്ഷണമാണ് പ്രബലമായ വീക്ഷണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോ ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബില് പറഞ്ഞത് പ്രബലമായ അഭിപ്രായമല്ലേ? എന്താ ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുള്ളത്? പ്രബലാണോ അല്ല എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ ശറഹുൽ മുഹദ്ദബിൽ എന്ത് പറഞ്ഞു അങ്ങനെ പറയും. ജുമാ നമസ്കാരം 2 റക്അത്തും അതൊരു പൂർണ്ണ നമസ്കാരവുമാണ്, ളുഹൂർ ചുരുക്കിയതല്ല. ഞാൻ പറഞ്ഞല്ലോ, അതാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അല്ല, ളുഹൂർ ചുരുക്കിയതാണ് എന്ന അഭിപ്രായവും ഉള്ള ഇമാമികളുണ്ട്. പക്ഷെ അത് ശാഫിഈ മദ്ഹബിലെ പ്രബല അഭിപ്രായം അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. അല്ല ഉസ്താദ്, ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ അഭിപ്രായമാണ് പ്രബലം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. അത് നിങ്ങൾക്ക് ശാഫിഈ മദ്ഹബിനെ സംബന്ധിച്ച് വലിയ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് ഉള്ള ഓരോ ചോദ്യങ്ങളാണ്. നിങ്ങൾ ശാഫിഈ മദ്ഹബിനെ സംബന്ധിച്ച് തീരെ അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറഞ്ഞാല് ശാഫിഈ മദ്ഹബിലുള്ള പ്രബലമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഇമാമാണ്. ഇമാം നവവി തങ്ങൾക്കൊരു ശറഹുൽ മുഹദ്ദബ് മാത്രമല്ല, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഇമാം നവവിക്ക് തന്നെ ചിലപ്പോൾ ഒരു വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ശറഹുൽ മുഹദ്ദബ് നോക്കിയിട്ട് മാത്രം ഇമാം നവവിയുടെ പ്രബലാഭിപ്രായം തീരുമാനിക്കാൻ കഴിയില്ല. ശറഹുൽ മുഹദ്ദബിനപ്പുറം റൗള എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ആ കിതാബിൽ പറഞ്ഞ അഭിപ്രായവും ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞ അഭിപ്രായം തമ്മിൽ എതിരായാൽ റൗളയെ മുന്തിക്കണമെന്നാണ്. റൗളക്കപ്പുറം തഹ്ഖീഖ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കിതാബുണ്ട്. അതിനപ്പുറം തദ്ഖീഖ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കിതാബുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കിതാബുകളിൽ നിന്ന് റൗളയേക്കാളും പ്രബലപ്പെടുത്തേണ്ടത് തഹ്ഖീഖ് എന്ന് പറഞ്ഞ കിതാബിനെയാണെന്നാണ്. അപ്പൊ ഇതൊക്കെ ഇമാം നവവിയുടെ ഇങ്ങനെയുള്ള അനേകം ഗ്രന്ഥങ്ങളെ, ആയിരക്കണക്കിന് പേജുകൾ വരുന്ന ഗ്രന്ഥങ്ങളെ ചർവണം നടത്തിയ കുശാഗ്ര ചിന്തകന്മാരായ മഹാപണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ച ആ കാര്യമാണ്. അതിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറയുന്നത്. അപ്പൊ ഇമാം നവവി തന്നെ ശറഹുൽ മുഹദ്ദബിൽ ഒരു കാര്യം പറയുമ്പോൾ അത് നവവിയുടെ പ്രബലാഭിപ്രായമാണോ അല്ലേ എന്നുള്ളത് നവവിയുടെ എല്ലാ ഗ്രന്ഥങ്ങളും ഏതെങ്കിലും 1-2 വരി മാത്രം വായിക്കുന്നവരല്ല പണ്ഡിതൻ. അതല്ലെങ്കിൽ പരിഭാഷ അവലംബിച്ചിട്ട് നവവി പറയുന്നു എന്ന് പറയുന്നവനല്ല പണ്ഡിതൻ. നേർക്കുനേരെ ആ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് അതിനെ ആസ്പദപ്പെടുത്തിയിട്ട് ജീവിതം മുഴുവൻ അതിന് സമർപ്പിക്കണം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കവും ഭക്ഷണവും തീറ്റയും കൂടിയും ജോലിയും അതിന്റെ ഇടയിൽ ഏതെങ്കിലും അവിടുത്തെ പുസ്തകം ഏടും മറിച്ച് നോക്കുന്ന ആളുകളല്ല ഇവരൊന്നും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ ദീനുൽ ഇസ്ലാമിന്റെ വിജ്ഞാനത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി വിനിയോഗിച്ച മഹാന്മാരാണ്. അപ്പൊ ആ ഇമാം നവവിയുടെ തന്നെ കിതാബുകളിലുള്ള അന്തരങ്ങളും വ്യത്യാസങ്ങളും സംയോജിപ്പിച്ച് അതിൽ നിന്ന് പ്രബലം ഏത് പ്രബലമല്ലാത്തതേത് എന്ന് ചുരുക്കി അല്ലെങ്കിൽ വിശദമാക്കി 2 രൂപത്തിൽ പറഞ്ഞു തരുന്നവരാണ് ശേഷമുള്ള പണ്ഡിതന്മാർ. ആ കൂട്ടത്തിൽ
ഏറ്റവും പ്രബലനായ മഹാപണ്ഡിതനാണ് ഇബ്നു ഹജർ ഹൈത്തമി. അപ്പോ അത് ഷാഫി മദ്ഹബിനെ പറ്റി അറിയുന്ന ഒരാള് ഇബ്നു ഹജർ ഹൈത്തമി പറയുന്നതേ പറയുള്ളൂ. അത് നിങ്ങൾക്ക് ഷാഫി മദ്ഹബിന്റെ ക്രമവും ഓർഡറും അതിനെക്കുറിച്ച് പരിചയമില്ലാത്തത് കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനത് വിശദീകരിച്ചതെന്ന് മാത്രം. ഏതായാലും നേവിമാൻ പറഞ്ഞ അഭിപ്രായമാണ് മദ്ഹബിൽ പ്രബലമായത്. പക്ഷെ അതോടൊപ്പം തന്നെ അത് 4 റക്അത്ത് ചുരുക്കിയതാണ് എന്ന വീക്ഷണവും ഉള്ളവര് ഷാഫി മദ്ഹബിലുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമ്മുടെ ഖുത്ബയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അത് അത്ര പ്രസക്താണെന്ന് തോന്നുന്നില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ഇമാം നവവി റഹിമഹുള്ള എന്റെ നിർമ്മിതമായ അറിവില് 2ാം ഷാഫി എന്നാണ് അറിയപ്പെടുന്നതാണ് എന്റെ അറിവ്. മഹാനായ പണ്ഡിതനായിരുന്നു എന്നാണ് എന്റെ അറിവ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദ്യം ചോദിച്ചത്. ഇതിനിപ്പോ എന്താ കുഴപ്പം? ഇമാം ഷാഫി തങ്ങൾക്ക് തന്നെ ഒരുപാട് കിതാബുണ്ട്. അതിൽ തന്നെ പ്രബലവും പ്രബലമല്ലാത്തതുമുണ്ട്. എന്നതുപോലെ 2ാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവിക്കും പല കിതാബുകളുണ്ട്. അതിലും പ്രബലവും പ്രബലമല്ലാത്തതുമുണ്ട് കേട്ടോ. ഷാഫി ഇമാമിന് തന്നെ പല അഭിപ്രായങ്ങളുണ്ടാവും. ഒരേ വിഷയത്തിൽ തന്നെ 2ഉം 3ഉം 4ഉം 5ഉം അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നതുപോലെ ഇമാം നവവിക്കും ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്നും നമ്മുടെ വിഷയമായ 2ാം ഷാഫി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നേവിമാമ് ഷറൽ മുഅ്തദിൽ പറഞ്ഞതൊക്കെ മഴത്തമതാണ് വരുമോ? 2ാം ഷാഫി എന്ന അപരനാമത്തിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ എന്നവർക്ക് നേവിയുടെ ഒരു കിതാബിൽ മാത്രം പറഞ്ഞതാണ് പ്രബലം, ബാക്കിയുള്ളതൊക്കെ അപ്രബലമാണെന്ന് വരില്ലല്ലോ. അതെല്ലാം മനനം ചെയ്തു. നേവിമാമിന്റെ എത്ര കിതാബുകൾ രചിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ കിതാബുകളെല്ലാം പരതി പരിശോധിച്ച് വിലയിരുത്തുമ്പോഴാണ് അതിൽ നിന്ന് പ്രബലം അപ്രബലം ഏത് എന്ന് തീരുമാനിക്കാം. അത് തീരുമാനിക്കേണ്ടത് ആരാണ്? ഞാനും നിങ്ങളും അല്ല. എനിക്കോ നിങ്ങൾക്കോ അതിന് യാതൊരു അധികാരമില്ല. എന്തുകൊണ്ടില്ല? നമുക്ക് ഒരറിവുമില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരറിവുമില്ല. ഈ അറിവില്ലാത്ത ജാഹിലികളായ നമ്മളെപ്പോലത്തെ ആൾക്കാർ അറിവാളന്മാരായിട്ട് ഒരിക്കലും നിലകൊള്ളാൻ പാടില്ല. അറിവുള്ള ആളുകൾ. അപ്പോ ഇബ്നു ഹജർ ഹൈത്തമിയെ പോലുള്ള ആലിമീങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് എന്ത് പറഞ്ഞു തന്നു എന്ന് അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? ഹലോ, സാർ ഞാൻ ദാരിമി ഉസ്താദിനാണ് ചോദിക്കുന്നത്. എനിക്കൊരു സംശയമാണ്. നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മളെ ഹാഷിം ബിൻ ഫൈസൽ എന്ന് പറഞ്ഞ ആ ഐഡിയിലൂടെ മുസ്താഖ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് മുമ്പേ കൈപ്പൊന്തിച്ച മിസ്റ്റിക് 00 അദ്ദേഹത്തിന് പോലും നമ്മൾ അവസരം കൊടുത്തിട്ടില്ല. ആ സ്ഥിതിക്ക് നിങ്ങൾ ഒന്ന് സമാധാനമായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഹാഷിം ബിൻ ഫൈസലിന്റെ ഐഡിയിലൂടെ സംസാരിക്കുന്ന സുഹൃത്ത് വളരെ മനോഹരമായ ചോദ്യങ്ങളാണ്. ഇതൊരു തർക്ക വിതർക്കമല്ല, അല്ലെങ്കിൽ വാദപ്രതിവാദമല്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറുപടികൾ നൽകുന്നു, മറുപടി അവലോകനം ചെയ്യുന്നു, അവലോകനത്തെ വീണ്ടും അവലോകനം ചെയ്യുന്നു എന്നുള്ള മാന്യമായ ഒരു പണ്ഡിതോ അല്ലെങ്കിൽ ഒരു അന്വേഷണ തൃഷ്ണ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച. അതിലേക്ക് നിങ്ങൾ സഹകരിക്കണം എന്നാണ് ഉണർത്താനുള്ളത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുസ്താഖ് സാഹിബിനെ വീണ്ടും മൈക്കിലേക്ക് ക്ഷണിക്കാം. എന്റെ അടുത്ത ചോദ്യം, സൂറത്തുൽ ജുമുഅയിലെ 9ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവും സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദിക്റുല്ലാഹി എന്നാൽ ഇമാമിന്റെ വാദ് അഥവാ ഉപദേശം ആണ് എന്ന് തഫ്സീർ ബാഗവയില് ഉണ്ടോ? തഫ്സീർ ബാഗവയില് ഉണ്ടോ?
ദിക്റുള്ള എന്ന് പറഞ്ഞാൽ അത് ഖുതുബയാണ് ഉദ്ദേശം എന്നുള്ളത് പല തഫ്സീറുകളുണ്ട്. ഈ തഫ്സീർ ഭാവിയിലുണ്ടോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഒരു മിനിറ്റ് വേണ്ട, അത് കുറഞ്ഞ സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ്. ഫസ്റ്റ് ഒരു മിനിറ്റ് ക്ഷമിക്കോട്ടെ, ഒറ്റ മിനിറ്റ്. فاسعوا إلى ذكر الله وقال قوله عز وجل فاسعوا إلى ذكر الله فامضوا عليه. إلى ذكر الله എന്ന് പറഞ്ഞാലേ قوله إلى ذكر الله പറയുന്നത് കേൾക്കുന്നുണ്ടോ? അല്ലേ? ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു തആല അൻഹു ഫസ്ഔ ഇലാ ദിക്രില്ല എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഖൗലുഹു ഇലാ ദിക്രില്ല ഐ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് വരുവിൻ എന്ന ഒരർത്ഥം നൽകുന്നുണ്ട്. ഇലാ ദിക്രില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മരണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കൽ എന്നാണല്ലോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു തഫ്സീറുള്ളത് ഐ ഇലസ്സലാത്തീന, നിസ്കാരത്തിലേക്ക് വരുവിൻ എന്ന തഫ്സീർ. وقال سعيد بن المسيب رضي الله تعالى عنه പറഞ്ഞത് ഫസ്ഉ ഇലാ ദിക്രില്ല എന്ന് പറഞ്ഞാൽ ഖാല ഹുവ മൗഇദത്തുൽ ഇമാം, ഇമാമിന്റെ ഉപദേശത്തിലേക്ക് വരുവിൻ എന്ന തഫ്സീർ. അങ്ങനെ രണ്ട് തഫ്സീറാണ് ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, ഖൗലുഹു ഇലാ ദിക്രില്ലാഹി വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പേസ്റ്റ് ചെയ്ത് തരാം. ഖൗലുഹു ഇലാ ദിക്രില്ല ഐ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് വരുവിൻ എന്നൊരു തഫ്സീറുണ്ട്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തഫ്സീർ ഹുവ മൗഇദത്തുൽ ഇമാം, ഇമാമിന്റെ ഉപദേശം അഥവാ ഖുതുബ, അതിലേക്ക് വരുവിൻ. ഇങ്ങനെ രണ്ട് തഫ്സീറാണ് ആ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. തീർന്നില്ല ആ വിഷയം, സംശയം തീർന്നില്ല. നമുക്ക് റിലീസ് ചെയ്യാം. ആയിരത്തി 1947 കോഴിക്കോട് മീഞ്ചന്തയിൽ വെച്ചിട്ട് ഒരു ജുമാ ഖുതുബ മുഴുവനായിട്ടും അറബിൽ തന്നെ ആണെന്നൊരു ഫത്വ സുന്നി പണ്ഡിതന്മാർ കൊടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്നു. അതായത് സമസ്ത കൊടുത്തതായിട്ട് കേൾക്കുന്നു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ഈ ഇമാം ബഗവിയുടെ ആ തഫ്സീർ ക്ലിയർ അല്ലേ? നിങ്ങൾ അതിൽ നിങ്ങൾക്ക് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഖൗലുഹു ഇലാ ദിക്രില്ല ഐ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് വരുവിൻ എന്നൊരർത്ഥം. ഖാല സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഫസ്ഔ ഇലാ ദിക്രില്ല എന്ന് പറഞ്ഞാൽ ഖാല ഹുവ മൗഇദത്തുൽ ഇമാം, ഇമാം നൽകുന്ന ഉപദേശം അഥവാ ഖുതുബ എന്ന് ഇമാം ബഗവി പറഞ്ഞതിനെ ഇനി നിങ്ങൾക്ക് പരിശോധിക്കണം എന്ന വല്ല കാഴ്ചപ്പാടുണ്ടോ? അതാദ്യം നിങ്ങളൊന്ന്, കാരണം നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിക്കണം. നമ്മളിങ്ങനെ നിങ്ങൾ ചോദിക്കുക, ഞാൻ മറുപടി പറയാം. മറുപടി ആണോ അല്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല. അതൊന്ന് ക്ലിയർ ആക്കണം. എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദിക്റുല്ലാഹി എന്നാൽ ഇമാമിന്റെ വയല് അഥവാ ഉപദേശമാണ് എന്ന് പറഞ്ഞതായിട്ട് തഫ്സീർ ബഗവിലുണ്ട്. ഉണ്ട് എന്നാണ് ഇല്ല എന്നാണ് അതെനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. പേസ്റ്റ് ചെയ്താ ഞാൻ ഇമാം ബഗവിയുടെ ഇബാറത്താണ് ഇപ്പൊ ഞാൻ ഉദ്ധരിച്ചത്. അതായത് ഖൗലുഹു ഇലാ ദിക്രില്ല, ദിക്രില്ല എന്നതിന്റെ വിശദീകരണമായിട്ട് ഐ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് എന്നൊരു അർത്ഥം. സഈദ് ഇബ്നുൽ മുസയ്യിബാണ്, ഇബ്നു അബ്ബാസ് അല്ല. സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയുന്നു ഖാല ഹുവ മൗഇദത്തുൽ ഇമാം, ഇമാമിന്റെ ഉപദേശം. ഇങ്ങനെ രണ്ട് തഫ്സീറാണ് ബഗവിയിലുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറഞ്ഞതായിട്ട് ബഗവിയിൽ ഞാൻ പെട്ടെന്ന് കുറച്ചപ്പോഴൊന്നും കണ്ടിട്ടില്ല.
അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല അല്ലേ? ബഹുമാനപ്പെട്ട രണ്ട് തഫ്സീറാണ് അവിടെ കൊടുത്തത്. ഒന്ന് ഇലാ ദിക്രില്ല, ഇനി ആരെങ്കിലും നമ്മളെ നൂർ ഫൈസ് ഉസ്താദോ ഉസ്താദ്മാർ ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങൾ അദ്ദേഹത്തിന്റെ സംശയം അതാണ്. തഫ്സീറുൽ ബഗവിയിൽ ഇബ്നു അബ്ബാസ് റഹിമഹുല്ല അത് ഖുതുബയാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് തഫ്സീറുൽ ബഗവിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. ഞാൻ ഉദ്ധരിച്ച അല്ലെങ്കിൽ ഞാൻ ഈ പേസ്റ്റ് ചെയ്ത ഇബാറത്തില് ഒന്ന് നിസ്കാരം എന്ന് പറയുന്നു, രണ്ട് ഖുതുബ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആണ്. അത് താബിഈ പണ്ഡിതനാണ്. ഇബ്നു അബ്ബാസ് ആരുടെ സ്വഹാബിയാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് താബിഈ പണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞതായിട്ട് കാണുന്നത്. അപ്പോ നിങ്ങൾ പറഞ്ഞ ആ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതായിട്ട് ബഗവിയിൽ കാണുന്നില്ല കേട്ടോ. നിങ്ങൾ അടുത്ത് ചോദിക്കാം. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്, അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചോദിച്ചത്. ഇനിയിപ്പോ ഇതില്ല എന്നാണെങ്കിൽ നമുക്ക് മറിച്ച് ഒരു പറയാനുള്ള സംവിധാനം ഇല്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോ എന്റെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 1947 ഒരു മീൻചന്ത പ്രമേയം, അത് അവിടെ ഒരു ഫത്വ ഇങ്ങനെ പാസ്സാക്കിയെന്ന് കേട്ടു. ജുമാ ഖുതുബ മുഴുവനായും അറബിയിൽ തന്നെ ആയിരിക്കണം എന്നൊരു ഫത്വ, അത് സമസ്ത അങ്ങനെ ആ ഫത്വ കൊടുത്തു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതിന് മുമ്പ് ഉള്ള സ്ഥിതി എന്തായിരുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ട്. മുമ്പുള്ള സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് ഈ കെ മൗലവി തന്നെ അദ്ദേഹത്തിന്റെ ജുമാ ഖുതുബ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. സഹാബത്ത്, താബിഈങ്ങള്, താബിഉ അടക്കുന്ന മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ മുഴുവൻ അറബി നാടുകളിലും അനറബി നാടുകളിലും ജുമാ ഖുതുബ അറബി ഭാഷയിൽ അല്ലാതെ ഓതിയിട്ടില്ല എന്ന് മാത്രമല്ല, അറബിയിൽ ഭാഷയിൽ മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ എന്നും നമുക്കറിയാം. ഇതാണ് മുമ്പുള്ള സ്ഥിതി. ഇത് കെ മൗലവി തന്നെ എഴുതിയതാണ്. ആ എഴുതിയ പുസ്തകം തെറ്റാണ്, കെ മൗലവി ആ പറഞ്ഞത് ശരിയല്ല എന്ന് ഇതുവരെ ലോകത്താരും പറഞ്ഞിട്ടില്ല. പിന്നെ 1947 ആ ഒരു 10-15 വർഷങ്ങളിൽ ഒരു 2-3 പതിറ്റാണ്ടുകളിൽ രണ്ട് തരത്തിലുള്ള പ്രവണത ജുമാ ഖുതുബയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഒന്ന്, ജുമാ ഖുതുബ അതിന് അറബി ഭാഷ ശർത്തേ അല്ല, അത് ഏത് ഭാഷയിലുമാവാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വഹാബി പ്രസ്ഥാനത്തിന്റെ ഒരു നിലപാട്. രണ്ട്, സുന്നി മസ്ജിദുകളിൽ തന്നെ ഏതാനും ചില പള്ളികളിൽ, എല്ലാ പള്ളികളിലല്ല, ചില പള്ളികളിൽ, ഉദാഹരണം അറിയാതെ മഞ്ചേരി സെൻട്രൽ പള്ളി പോലുള്ള ചില പള്ളികളിൽ ഖുതുബ ഓതുന്നതിനിടയിൽ ഖുതുബ എന്ന മനസ്സോടുകൂടെ അല്ലാതെ ഖുതുബയിൽ പറയുന്ന കാര്യങ്ങൾ പരിഭാഷപ്പെടുത്തുക. ഖുതുബ അന്യഭാഷയിൽ ഓതുക എന്നുള്ളതും ഖുതുബയെ പരിഭാഷപ്പെടുത്തുക എന്നുള്ളതും രണ്ടാണ്. ഞാൻ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി തരാം. ഖുർആനിന്റെ പരിഭാഷ വായിക്കുക എന്നുള്ളതും ഖുർആൻ മലയാളത്തിൽ പാരായണം ചെയ്യുക എന്നുള്ളതും രണ്ടാണ്. ഖുർആൻ മലയാളത്തിൽ പാരായണം ചെയ്തുകൊണ്ട് ഖുർആനാവില്ല. പക്ഷെ ഖുർആന്റെ പരിഭാഷ വായിച്ചാൽ, ഒരാളിപ്പോ ഖുർആന്റെ ഒരു ആയത്തോതി അതിന്റെ പരിഭാഷയും വായിച്ചു, പിന്നെ അടുത്ത ആയത്തോതി അതിന്റെ പരിഭാഷയും വായിച്ചു. ഈ പരിഭാഷയെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും ഖുർആൻ എന്ന് പറയില്ല. മലയാള ഖുർആനോ ഇംഗ്ലീഷ് ഖുർആനോ അല്ലെങ്കിൽ തമിഴ് ഖുർആൻ എന്നോ പറയില്ല. എന്നതുപോലെ ഖുതുബ അറബിയിൽ തന്നെയാണ്. ഖുതുബ എന്ന് പറയുന്നത് നിർവഹിക്കുന്നത് അറബിയിൽ തന്നെയാണ്. പക്ഷെ അതിനിടയിൽ ആ അറബിയിലുള്ള ഖുതുബയുടെ പരിഭാഷപ്പെടുത്തിക്കൂടെ എന്ന ഒരു ധാരണ പ്രകാരം ചില സുന്നി പള്ളികളിൽ, സുന്നികളുടേതായ ചില പള്ളികളിൽ അങ്ങനെ ഒരു നടപടി ചില ഖത്തീബുമാർ നടത്തുകയുണ്ടായി. അതാണ് ചരിത്രം. അങ്ങനെയാണ്. ചില ഖത്തീബുമാർ, എല്ലാവരും അല്ല, ചില ഖത്തീബുമാർ നടത്തുകയുണ്ടായി. ആ പ്രവണത അത് ശരിയല്ല. അതിനെ തടയിട്ടുകൊണ്ട് ഖുതുബ എന്ന് പറയുന്നത് അത് ഖുതുബ തുടങ്ങിയ മുതൽക്ക് അവസാനം വരേക്കും അത് അറബിയിൽ തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്ന ആ പ്രത്യേക സാഹചര്യം. രണ്ട് സാഹചര്യമാണ് ഒന്നുള്ളത്. ഖുതുബ തന്നെ മലയാളത്തിൽ നിർവഹിക്കാം എന്ന് പറയുന്ന ഒരു വാദവും, ഖുതുബ അറബിയിലാണ് നിർവഹിക്കേണ്ടത് പക്ഷെ അതിനിടയിൽ അതിനെ പരിഭാഷ പറയാമോ എന്നുള്ള ഒരു ചോദ്യവും. ഈ രണ്ട് സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് രണ്ടും ശരിയല്ല.
ഖുതുബ അന്യ ഭാഷയിൽ നിർവഹിക്കുക എന്നുള്ളത് പൂർണ്ണമായും തെറ്റാണ്. ഖുതുബയുടെ ഇടയിൽ എന്തെങ്കിലും പരിഭാഷ നിർവഹിക്കുക എന്നുള്ളത് ബിദ്അത്ത് മുങ്കറത്തുമാണ്. അതായത് അത് വെറുക്കപ്പെട്ട ഒരു പുത്തനാചാരമാണ് എന്ന് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ മീൻചന്ത പ്രമേയം എന്നാണ് അത് പറയുന്നത്. 1947 45 എന്റെ ഓർമ്മ. നിങ്ങൾ 47 എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ സംശയമായി മാറി. പക്ഷെ അത് നമുക്ക് പിന്നെ അത് ഇപ്പൊ 47 45 നമുക്ക് പ്രശ്നമല്ലല്ലോ, വർഷത്തിലല്ലല്ലോ പ്രശ്നം, ആ ഫത്വയിലാണ്. അപ്പൊ അതാണ് എന്റെ സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ ഖുതുബ അറബിയിലും അതിന്റെ അർക്കാനും തവാബിഉം എല്ലാം അറബിയിലാവണം എന്ന് പ്രത്യേകം പറഞ്ഞത്. പിന്നെ അക്കാലത്തുണ്ടായിരുന്ന മറ്റൊരു പ്രവണത, ഖുതുബ അർക്കാനുകൾ അറബിയിലും അനുബന്ധങ്ങൾ മലയാളത്തിലുമാക്കാം. അർക്കാനുകൾ അറബിയിലും അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടകങ്ങൾ അറബിയിലും അനുബന്ധങ്ങൾ മലയാളത്തിലും എന്ന ഒരു വാദം വന്നിരുന്നു. എന്നിട്ട് അതിന് ആ വാദത്തിന്റെ ആളുകൾ അന്ന് ഉന്നയിച്ച ന്യായം ജനങ്ങൾക്ക് തിരിയേണ്ടേ എന്നായിരുന്നു. പക്ഷെ ജനങ്ങൾക്ക് തിരിയേണ്ടേ എന്ന ന്യായം വെച്ചിട്ടാണെങ്കിൽ ഖുതുബ മുഴുവൻ മലയാളത്തിലാക്കാലോ. പിന്നെ അവരുടെ വാദവും അവരുടെ പ്രവർത്തനവും തമ്മിലുള്ളൊരു വൈരുദ്ധ്യമാണ്. ജനങ്ങൾക്ക് തിരിയേണ്ടേ എന്ന് ചോദിക്കുന്ന ആളുകൾ തന്നെ പറയുന്നു അർക്കാനുകൾ അറബിയിലാണ് നിർവഹിക്കേണ്ടത്. അത് വൈരുദ്ധ്യമല്ലേ? അത് തികഞ്ഞ വൈരുദ്ധ്യവും തികഞ്ഞ അജ്ഞതയുമാണത്. അപ്പൊ അജ്ഞതയും വൈരുദ്ധ്യവും നടത്തുന്ന ആളുകളായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോ അത് വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. വഹാബി പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല ആളുകളുടെ ആ ആദ്യകാല ചർച്ചകളിൽപ്പെട്ട ഒരു വാദമായിരുന്നു അർക്കാനുകൾ അറബിയിലും അനുബന്ധങ്ങൾ മലയാളത്തിലും ഉണ്ട്. അതിനവർ പറഞ്ഞ ന്യായവും തെളിവുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാവേണ്ടതല്ലേ എന്നുള്ള ചോദ്യമായിരുന്നു. പക്ഷെ അതേ ചോദ്യം വെച്ചിട്ട് ഖുതുബ മുഴുവൻ മലയാളീകരിക്കാലോ. ഖുതുബ മുഴുവൻ എന്താ മലയാളത്തിലാക്കിയാല്? എന്താ മുജാഹിദുകൾ മുഴുവൻ ഖുതുബ മുഴുവൻ മലയാളത്തിലാക്കാത്തത്? കുറച്ച് അറബിയിലും ബാക്കി മലയാളം എന്നുള്ള ഈ വിവേചനം, അതിന്റെ അടിസ്ഥാനം എന്താണെന്നത് എത്ര നമ്മൾ പ്രാമാണികല്ലാതെ നമ്മൾക്ക് ബുദ്ധി എന്നൊരു സംഭവം ഉണ്ടല്ലോ തലയിൽ, അത് വെച്ചിട്ട് ചിന്തിച്ചു നോക്കുമ്പോ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതിന് എന്തെങ്കിലും യുക്തിപരമായ ന്യായമെങ്കിലും നമുക്ക് പറയേണ്ട ഒന്നുമില്ല, കഴിയുന്നില്ല. അപ്പൊ അതാണ് ഇന്നത്തെ സാഹചര്യം. അതാണ് സമസ്തയുടെ ഫത്വയുടെ പശ്ചാത്തലം. ഈ വെള്ളിയാഴ്ച ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധാരണ സുന്നിപ്പള്ളി പോയി നമ്മൾ ഖുത്ബ കേട്ടതില് ആരെങ്കിലും ഉത്ബോധിപ്പിക്കാൻ പറ്റിയെന്ന് ഉത്ബോധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഉസ്താദ് വിചാരിക്കണ്ടോ? ഈ ചോദ്യം നമ്മളിപ്പോ ഈ അന്നത്തെ 45 മീജന്റെ പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ സംശയം തീർന്നോ? അതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ ഈ ചോദ്യം ചോദിക്കാം കേട്ടോ. ഉസ്താദ് മുമ്പ് പറഞ്ഞ മലയാളം ഇടകലർത്തി പറഞ്ഞിരുന്ന പള്ളികളില് ചേർമാൻ പള്ളിയും പെടുവോ? അത് ഒരു ചോദ്യമാണ്. ചേർമാൻപള്ളി പെടുന്നാണ് കെ എം മൗലവി പറയുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് ഈ 45 ഫത്വയുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലത്തെ പറ്റി നിങ്ങൾ ചോദിച്ചല്ലോ. ഇതിനെക്കുറിച്ച് ഇതിന്റെ വിശദീകരണത്തെ കുറിച്ച് നിങ്ങൾക്ക് അതിന് വല്ല ക്രോസ് ചെയ്യാനുണ്ടോ? അല്ല ആ മറുപടിയെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കണം എന്നാണ് നിങ്ങൾ അഭിപ്രായമെങ്കിൽ അത് പറയാം. അല്ല ആ മറുപടി പറഞ്ഞത് ശരിയല്ല എന്നാണെങ്കിൽ ആദ്യം അതിനെപ്പറ്റി നമുക്കൊരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം ഇൻഷാല്ലാ. ചേർമാൻപള്ളിയിൽ അങ്ങനെ നടന്നിരുന്നു എന്ന് വെച്ചാൽ കെ മൗലവി പറയുന്നത്. കാരണം കെ മൗലവി എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിൽ താമസിച്ച് വളർന്ന ആളാണ്. കെ മൗലവി ഈ 921 പശ്ചാത്തലത്തിൽ കൊടുങ്ങല്ലൂരിൽ പോയി താമസിച്ച് ആളാണ്. അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം പിൽക്കാലത്ത് രചിച്ച പുസ്തകമാണ് ജുമാ ഖുത്ബ. അല്ലെങ്കിൽ അദ്ദേഹം അൽ-ഇർഷാദ് 921 ശേഷം അദ്ദേഹം സ്ഥാപിച്ച, അദ്ദേഹം രംഗത്ത് കൊണ്ടുവന്ന അൽ-ഇർഷാദിന് അദ്ദേഹം എഴുതിയതാണ്, ഞാൻ കണ്ടിട്ടുമില്ല നമ്മുടെ അറിവ് ലോകത്തുള്ള സകല പള്ളികളിലും. ചേർമാൻ പള്ളി എന്ന് പറയുന്നത് സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയാണല്ലോ. അതിലടക്കമുള്ള ലോകത്തുള്ള സകല പള്ളികളിലും അറബിയിലെ നിർവഹിച്ചിട്ടുള്ളൂ എന്ന് കെ എം മൗലവി പറയുന്നു. അത് അന്ന് ജീവിച്ചിരിപ്പുള്ള കെ എം മൗലവിയാണ് പറയുന്നത്. 2015 ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ചരിത്രം. ആ കാലത്ത് ജീവിച്ചിരിപ്പുള്ള കെ എം മൗലവി പറയാണ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല, കുറച്ച് എന്റെ അറിവ്
അറബിയിലെ നിർവഹിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പൊ അദ്ദേഹം ചെയർമാൻ പള്ളിയിൽ ജുമാഅത്ത് പങ്കെടുത്തിട്ടുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹം ചെയർമാൻ പള്ളിയിൽ നിരവധി തവണ ജുമാഅത്ത് പങ്കെടുത്തത്. കാരണം അദ്ദേഹം കൊടുങ്ങല്ലൂരിലാണ് താമസിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയാണ്, ഞാൻ അറിയില്ല, മാത്രമല്ല അറബിയിലെ ഓതിയിട്ടുള്ളൂ എന്നാണ് എന്റെ അറിവും ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചെയർമാൻ പള്ളിയിൽ പഴയ കാലം മുതൽക്കേ മലയാളത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പറഞ്ഞത് തെറ്റാണ് വരൂലേ? ന്യായമായ സംശയമാണ്. അപ്പൊ നമ്മള് അത് ആ വിഷയം സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഈ 45-ലെ നീന്തലിന്റെ പ്രമേയവുമായി ബന്ധപ്പെട്ടുണ്ടായ പശ്ചാത്തലത്തെ പറ്റി നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ നൽകിയ മറുപടിയെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. കാരണം നമ്മൾ ഒറ്റ മണിക്കൂറിനുള്ളിൽ എല്ലാ കാര്യവും അവസാനം തീർപ്പാക്കണം എന്നൊരു ശൈലി നമുക്ക് പാടില്ലല്ലോ. ഇല്ല, തീർച്ചയായും പരിശോധിക്കും. അത് ഏത് രീതിയിലായിരുന്നു ഖുത്ബ നടന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് തീർച്ചയായും പരിശോധിക്കും. അതായത് ഖുത്ബ മുഴുവൻ മലയാളത്തിലായിരുന്നു, അതല്ല ഫർളുകളെല്ലാം അറബിയിലായിരുന്നു, മലയാളത്തിൽ ഉത്ബോധനം മാത്രമാണ് ചെയ്തത്. അതൊക്കെ നമ്മൾ പരിശോധിക്കും ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ എന്റെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പൊ എനിക്ക് അതിന്റെ സംശയം തീർന്നു. അതിനിപ്പോ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ സംശയം ഉണ്ടാവോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ, നിങ്ങൾ പോലെട്ടോ നമ്മുടെ സൽമാൻ അസരി പേസ്റ്റ് ചെയ്ത ഇബാറത്ത് നിങ്ങൾ കണ്ടില്ലേ? അത് കേരളത്തിലുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സായ റഷീദ് റിലയുടെ തഫ്സീറുൽ മനാറിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. അദ്ദേഹം പറയുന്നത് ലോകത്ത് ആദ്യമായിട്ട് ഖുതുബ അന്യഭാഷയിൽ നിർവഹിക്കുവാൻ വേണ്ടി ആദ്യമായി കൽപ്പിച്ചത് തുർക്കിയിലുള്ള മുസ്തഫ കമാൽ പാഷയാണ്. മുസ്തഫ കമാൽ അറ്റാതുർക്കി എന്ന് പറയുന്ന അയാളാണ് ആദ്യമായിട്ട് ഇത് കൽപ്പിക്കുന്നത്. അങ്ങനെ അയാൾ ഖുതുബാക്കളോടൊക്കെ തുർക്കി ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം കൽപ്പിച്ചു. തംഹീദ് സ്വലാത്ത് ബിഹാ ലിഖൽഇ റബഖത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആ റബഖത്തിനെ, ഇസ്ലാമിന്റെ ആ ലോക ഐക്യത്തെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹമാണ് ഇതാദ്യമായിട്ട് ലോകത്ത് കൊണ്ടുവന്നത്. അതിന്റെ പിന്മുറക്കാരാണ് ഇന്നത്തെ മുജാഹിദുകൾ. വഖത് ബലഗന അന്ന ജമാഅത്തുൽ മുസല്ലീന മിന തുർക്കി ലമ്മാ സമിഉ ഖുതുബത്തുൽ ജുമുഅത്തി ബിൽ തുർക്കിയ നകിറുഹ, ഈ തുർക്കി ഭാഷയിലുള്ള ജുമുഅ ഖുതുബ കേട്ടപ്പോ ജനങ്ങൾ അതിനെ എതിർത്തു. വനഫറു മിൻഹ, ആ ഖുതുബ ഓതുന്ന പള്ളിയിൽ നിന്ന് അവർ ഓടി. വത്തഖദു ഖുതുബ സിഹ്രിയ, അവിടെ ഖുതുബ നിർവഹിക്കുന്ന ആളുകളെ പരിഹാസ്യപാത്രങ്ങളായിട്ട് ജനങ്ങൾ കണ്ടു. യഅ്നൽ അറബിയ്യത്ത് സുൽത്താനൻ അല അർവാഹിഹിം യഖ്ശഊന ലഹാന, കാരണം അറബി ഭാഷയ്ക്ക് ഒരു ആത്മീയമായ സൗന്ദര്യമുണ്ട്. ജനങ്ങളെ ഏകോപിപ്പിക്കുവാനും ഭക്തരാക്കുവാനുമുള്ള ഒരു കെൽപ്പും അധികാരവും അറബി ഭാഷക്കുണ്ട്. വൈലം യഫഹമു കുല്ല ഇബാറാത്തി, അതിന്റെ മുഴുവൻ വാക്കുകളും വെവ്വേറെ അവർ ഗ്രഹിച്ചിട്ടില്ലെങ്കിലും വലി അന്നഹും ഇഅ്താദു യസ്മഉഹ ബിനഗമിൻ ഖാസിൻ വഅദാഇൻ ഖാസിൻ, ആ അറബി ഭാഷയുടെ ഭാഷാ സൗന്ദര്യവും അത് നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രത്യേക ശൈലിയും കേട്ട് പതിവാക്കിയ ആളുകൾ ലാ തഖ്ബലുൽ വഖ്ത തുർക്കിയാക്കൽ അറബിയ, അറബി ഭാഷ പോലെ തുർക്കി ഭാഷയിലുള്ള ഖുതുബ അവർ കേൾക്കാൻ അവരുടെ മനസ്സ് സമ്മതിച്ചില്ല എന്ന് പറയുന്നത് റഷീദ് റിലയാണ്. ഈ റഷീദ് റില എന്ന് പറയുന്നത് ഇസ്തിഗാസ തൗഹീദ് പോലുള്ള വിഷയത്തിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സാണ്. അയാളുടെ അൽമനാറ് വായിച്ചിട്ടാണ് വക്കമൗലിയെ പോലുള്ള ആളുകൾ അതിൽ ആകർഷകരായിക്കൊണ്ടാണ് വഹാബി പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നത്. അപ്പോ കെ മൗലവി പറയുന്നതും റഷീദ് റില പറയുന്നതൊക്കെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഇസ്ലാമിക പാരമ്പര്യവും ആചാരവും അറബി ഭാഷയിൽ ഖുതുബ മുഴുവൻ നിർവഹിക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യമായിട്ട് ഇസ്ലാമിക വിരുദ്ധ ചേരി കടുത്ത ഇസ്ലാമിന്റെ ഖൽഅത്തിനെ, ഇസ്ലാമിന്റെ റബഖത്തിനെ, ഇസ്ലാമിന്റെ ഏകോദരത്തെ ജനമനസ്സുകളിൽ നിന്ന് വിനഷ്ടമാക്കുവാൻ വേണ്ടി വളരെ തന്ത്രപരമായി പ്രവർത്തിച്ച ഇസ്ലാമിക വിരുദ്ധ ഭരണാധികാരിയുടെ നടപടിയാണ് ഇന്ന് വഹാബി പ്രസ്ഥാനം അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്ര യാഥാർത്ഥ്യവും അവർക്ക് എന്നെന്നും ഓർമ്മയാവട്ടെ
എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. 1935 തുർക്കിയിലെ കമാൽ പാഷ ഫർളുകൾ ഉൾപ്പെടെ ജുമാ ഖുത്ബ പൂർണ്ണമായും മാതൃഭാഷയിലായിരിക്കണമെന്ന് ഉത്തരവിറക്കിയതിനെതിരെയാണ് റഷീദുരിത വിമർശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കെ എം മൗലവി മുസ്ലിങ്ങൾ അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണെന്നും അങ്ങനെ ജുമാ ഖുത്ബ അറബിയിൽ തന്നെ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണം എന്നുമാണ് 1926 ചൂണ്ടിക്കാണിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് അറബി ഭാഷ തെറ്റാണ്, അറബി ഭാഷ തെറ്റാണെന്ന് ഖുത്ബ പരിഭാഷ നടത്തിയിരുന്ന കെ എം മൗലവി എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഉസ്താദിന് എന്ത് പറയാനുണ്ട്? അതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് പറയാനുള്ളത് കെ എം മൗലവിയുടെ വാദമല്ല ഞാൻ പറഞ്ഞത്. കെ എം മൗലവിയുടെ വാദം എന്തോ ആയിക്കോട്ടെ, കെ എം മൗലവി സഹാബത്ത് ഉൾപ്പെടെയുള്ള 13 നൂറ്റാണ്ടുകാലത്തെ മുസ്ലിമുകളുടെ വാദം എന്തായിട്ടാ പറഞ്ഞത്? കെ എം മൗലവിക്ക് എന്ത് വാദിക്കാനോ? അദ്ദേഹം ഒരു പക്ഷത്ത് നിന്നു, ഞാൻ വേറെ പക്ഷത്ത് നിന്നിട്ട് ഞാൻ പറയാണ് അറബിയിലാവണം, അദ്ദേഹം പറയുന്നത് മലയാളത്തിലാണെങ്കിൽ തെറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാനും അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള, ഞാനും അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പത്തെ മുസ്ലിമീങ്ങൾ എന്താ നിർവഹിച്ചത് എന്നല്ലേ നോക്കേണ്ടത്? അതെന്താ നിങ്ങൾ നോക്കാത്തത്? പിന്നെ നിങ്ങൾ പറഞ്ഞു അറബിയിൽ അർക്കാൻ മാത്രം അറബിയിലും ബാക്കിയുള്ളത് മലയാളത്തിലാക്കുന്നതിനെ പറ്റി അല്ല തഫ്സീറുൽ മനാറിൽ പറയുന്നത്. അങ്ങനെയല്ല. ആ ഇബാർത്ത് ഒന്നുകൂടി നമ്മുടെ സൽമാൻ ഉസ്താദ് പേസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. ഉസ്താദ് നിങ്ങളതൊന്ന് പേസ്റ്റ് ചെയ്താണ്. അതിലെന്താ പറഞ്ഞത്? മുസ്ലിമീങ്ങളുടെ റബക്കത്തിനെ, മുസ്ലിമീങ്ങളുടെ ആ ഇസ്ലാമിക ബോധത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്തത്. മനസ്സിലായോ? അവര് ഖുത്ബ കംപ്ലീറ്റ് തുർക്കിയിലാക്കുക എന്നുള്ളതാണ്. അവിടെ ഒരിക്കലും തന്നെ അർക്കാനുകൾ അറബിയിലും മറ്റുള്ളത് അന്യഭാഷയിലും ഒന്നും ഒരു പരാമർശമോ അദ്ദേഹം നടത്തിയിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഒന്നത്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ അർക്കാനുകൾ അറബിയിലും അനുബന്ധങ്ങൾ അന്യഭാഷയിലും. എന്തായാലും തെളിവ്? അർക്കാനുകൾ അറബിയിലാക്കണമെന്നെനിക്ക് എന്താ വരെ തെളിവ്? അർക്കാനുകൾ അറബിയിലാക്കണം, റുക്കുനുകൾ അറബിയിലാക്കണം, എന്തായാലും തെളിവ്? വല്ല തെളിവുണ്ടതിന്? അനുബന്ധങ്ങൾ അന്യഭാഷയിലാക്കാം എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അർക്കാനുകൾ അറബിയിലാക്കണം എന്ന് പറഞ്ഞത്? എന്താണ് ഇതിന്റെ തെളിവ്? അതൊന്ന് പറയട്ടെ. മുസ്താഖ് അടുത്ത തവണ മൈക്കെടുക്കുന്ന സമയത്ത് അർക്കാനുകൾ അറബിയിലാക്കണം എന്നുള്ളതിന് തെളിവ് നിങ്ങൾ പറയുക. നിങ്ങൾക്കത് പറയാൻ കഴിയില്ലെങ്കിൽ ഇത് നിർവഹിക്കുന്ന സർവ്വ മൗലവിമാരോടും വിളിച്ച് ചോദിക്കുക. ഒറ്റ ചോദ്യം, ലളിതമായ ചോദ്യം. അർക്കാനുകൾ അറബിയിലാവണം, എന്താണ് തെളിവ്? ഒറ്റ ചോദ്യം. അർക്കാനുകൾ, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കട്ടോ. അർക്കാനുകൾ അറബിയിലാവണം, എന്താണ് തെളിവ്? ഒന്ന്. രണ്ടാമത്, നിസ്കാരം അറബിയിലാവണം, എന്താ തെളിവ്? ഖുർആൻ അറബിയിലെ ഓതാവൂ, എന്താ തെളിവ്? ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊക്കെ തെളിവ് നിങ്ങൾക്ക് ചോദിക്കാം. ഈ പറഞ്ഞ ന്യായപ്രകാരം അതൊക്കെ മലയാളത്തിൽ ഓതാനാണല്ലോ. നിസ്കാരത്തിൽ ഫാത്തിഹ മലയാളത്തിൽ ഓതാം, അൽബക്കറ മലയാളത്തിൽ ഓതാം, ആലു ഇമ്രാൻ മലയാളത്തിൽ ഓതാം, നിസ്കാരം തന്നെ മലയാളത്തിലാക്കാം. നിസ്കാരം മലയാളത്തിൽ നിർവഹിക്കാമെന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല ലേഖനങ്ങളിലും വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ ഈ അർക്കാനുകൾ അറബിയിലാക്കാമെന്നുള്ളതിക്ക് എന്താ തെളിവ് സുഹൃത്ത്? അപ്പൊ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ വൈരുദ്ധ്യാത്മകതയും യുക്തിരാഹിത്യവുമാണ് ഈ അന്യഭാഷാവാദത്തിന്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള വളരെ ലളിതമായൊരു ചോദ്യമാണ് ഞാനിതോട് ചോദിച്ചത്. നിങ്ങളതിന് മറുപടി പറയണമെന്നല്ല, പക്ഷേ ഈ വാദക്കാരായ ആളുകളോട് നിങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ട് അവരെ ഇതിന്റെ മറുപടി അവരെന്താ പറയുന്നത് എന്ന് നിങ്ങൾ ശേഖരിക്കണം. എന്നിട്ട് അത് നമ്മളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സ്വാഗതാർഹമാണ്. അതിനുവേണ്ടി നമ്മുടെ KCR-ന്റെ നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുമെന്ന് അറിയിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് റിലീസ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. MT ദാരിമി ഉസ്താദേ, ഞാനിവിടെ ഈ ചർച്ചയിൽ ഇടപെടില്ല. ഇതിനോടനുബന്ധമായിട്ട് ഒരു സെൽസബീലിൽ വന്നൊരു ഭാഗം ഞാനൊന്ന് വായിക്കണം. അതായത് ഉമർ മൗലവി എഴുതുന്നത് ഒരു ഭാഗം 1972 സെൽസബീലില് അദ്ദേഹം എഴുതിയൊരു ഭാഗം. മട്ടാഞ്ചേരിയിൽ
അദ്ദേഹം, അതായത് ഹാജി അബ്ദുള്ള സേട്ട് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് ഈ അദ്ദേഹം എന്ന് പറഞ്ഞത്, ഒരു പള്ളി പണിയുകയും അതിനോടനുബന്ധിച്ച് ഒരു മദ്രസ സ്ഥാപിക്കുകയും ചെയ്തു. അഹ്ലുൽ ഹദീസിന്റെ ആദർശത്തിൽ, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ മുജാഹിദ് ആദർശത്തിൽ നിലകൊള്ളുന്ന പണ്ഡിതന്മാരെ കേരളത്തിൽ കിട്ടാത്തത് കാരണം ബാംഗ്ലൂരിൽ നിന്ന് പ്രഗത്ഭരായ പണ്ഡിതരെ ക്ഷണിച്ചു വരുത്തി. പ്രസ്തുത പള്ളിയുടെ മിമ്പറിലൂടെയാണ് ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ജുമുഅയുടെ ഖുത്ബ ആദ്യമായി കേരളത്തിൽ നടത്തപ്പെട്ടത്. 972 ഫെബ്രുവരിയിൽ ഇറങ്ങിയ സെൽസബീലിൽ കെ ഉമർ മൗലവി എഴുതിയൊരു ലേഖനത്തിൽ നിന്നൊരു ഭാഗമാണ് ഞാൻ ഈ വായിച്ചത്. ഈ ചർച്ചയായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമായതുകൊണ്ട് വായിച്ചു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. അതായത് ജുമായുടെ ഖുത്ബയുടെ ഫർളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹുവിനെ സ്തുതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വലാത്ത് ചൊല്ലല്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്, പൂർണ്ണമായ ആയത്ത് ഓതല്, പിന്നെ വിശ്വാസികൾക്കുള്ള ദുആ, ഇതൊക്കെ അറബിയിൽ തന്നെ നിർവഹിക്കലാണ് അതിന്റെ ഫർള് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അത് അറബിയിൽ നിർവഹിക്കുന്നത്. മാതൃഭാഷയിൽ അതിനുശേഷമാണ് മാതൃഭാഷയിൽ ഉപദേശം തുടരുന്നത്. ഫർളുകളൊക്കെ അറബിയിൽ നിർവഹിക്കുന്നതുകൊണ്ട് കുത്തുബ നഷ്ടപ്പെടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറയേണ്ടത് സാർ? സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കിയതല്ല ചോദിച്ചത്, അതിന്റെ തെളിവെന്താണോ ചോദിച്ചത്. നിങ്ങളതൊക്കെ ഫർമാണ് മനസ്സിലാക്കി, ബാക്കിയുള്ളതൊന്നും ഫർമല്ലാന്ന് മനസ്സിലാക്കി. എന്താ അതിന്റെ തെളിവ്? ഹംദും സ്വലാത്തും ഖുർആനിൽ നിന്നുള്ള ആയത്തോതലും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യലും ഖുത്ബയുടെ അതുപോലെ തന്നെ തഖ്വ കൊണ്ടുള്ള വസിയ്യത്തും ഖുത്ബയുടെ ഫർമാണെന്നും അല്ലാത്തത് ഫർമല്ലാന്നും എന്താ അതിന്റെ തെളിവ്? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ഖുർആനിലെ സഹീഹ ഹദീസിലെ നിങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിയോ? ഇന്നത് ഫർമാണ് ഇന്നത് ഫർമല്ലാന്ന്? ഒന്ന്. ഇനി രണ്ടാമത്, ഫർമ് അറബിയിലും അല്ലാത്തത് മാതൃഭാഷയിലും ആക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു. എന്താ അതിന്റെ തെളിവ്? അതിന്റെ തെളിവെന്താണ്? നിങ്ങൾ പറഞ്ഞല്ലോ മറ്റേ തഫ്സീറുൽ മനാറില് അർക്കാനിനും കൂടി അല്ലെ, അർക്കാനിനെ പരിഭാഷപ്പെടുത്തിനെ പറ്റിയാണ് ആ പറഞ്ഞത് എന്ന്. ഒരിക്കലല്ല സുഹൃത്തെ, അദ്ദേഹം അറബി ഭാഷയുടെ പ്രാധാന്യം ഇങ്ങനെ വിശദീകരിച്ചു വരികയാണ്. نعم إن المسلمين قد قصروا في دراسة هذه اللغة بعد ضعف الخلافة الإسلامية وتغلب الأعاجم. അറബിയേതര സമൂഹം ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ മേൽക്കോയ്മ വന്നതിന് ശേഷം, ഇസ്ലാമിക ഖിലാഫത്തിന് ദൗർബല്യം വന്നതിന് ശേഷം ഈ ഭാഷയുടെ പഠനത്തിൽ മുസ്ലിം സമൂഹം വളരെയധികം വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്. والدليل على هذا أن جميع مقلديه من الأعاجم لا يزالون يقرؤون القرآن وأذكار الصلاة والحج وغيرها بالعربية. അന്യ നാട്ടുകാരാണെങ്കിലും അവർ ഖുർആനും നിസ്കാരത്തിന്റെ ദിക്റുകളും ഹജ്ജിന്റെ ദിക്റുകളും അല്ലാത്ത ദിക്റുകളെല്ലാം അറബിയിലാണ് ഓതാറുണ്ടായിരുന്നത്. വഖദാലിക ഖുത്ബത്തു സ്വലാത്തിൽ ജുമുഅത്തി വൽ ഈദൈൻ. ഇതുപോലെ തന്നെയാണ് വെള്ളിയാഴ്ച ജുമുഅ ഖുത്ബയും പെരുന്നാൾ ഖുത്ബയും. ഇല്ലാമാ ശദ്ദത്ത് ബിഹിൽ ഹുകൂമത്തുൽ ഖമാലിയത്തു തുർക്കിയ. ലോകത്ത് തുർക്കിയിലെ കമാലി ഭരണകൂടം എന്ന് പറഞ്ഞ ഭരണകൂടം മാത്രമാണ് അതിനെതിരായത്. ആ ഭരണകൂടം ഫഅമറത്തുൽ ഖുതബാ ബിഅൻ യഖ്തുബു ബിത്തുർക്കിയ, തുർക്കിയിൽ ഖുത്ബ നിർവഹിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തംഹീദൻ ലിസ്സലാത്തി ബിഹാ, തുർക്കി ഭാഷ കൊണ്ട് നിസ്കാരവും നിർവഹിക്കണം എന്നതിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടിയാണ്. ആദ്യമായിട്ട് നിസ്കാരം അനറബിയിലാക്കണം, തുർക്കി ഭാഷയിലാക്കണം എന്ന് അതിന് ആ നിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഖുത്ബ തുർക്കി ഭാഷയിലാക്കണം. എന്തിനു വേണ്ടിയാണ് അയാൾ അങ്ങനെ ചെയ്തത്? ലിഖൽഇ റബഖത്തിൽ ഇസ്ലാം, ലിഖൽഇ ഇസ്ലാം, ഇസ്ലാമിന്റെ ആ ജിബ്ഖ, ഇസ്ലാമിന്റെ ഏകോപനം, ഇസ്ലാമിന്റെ ആ എന്താ പറയാ, ഇസ്ലാമിന്റെ ആഗോള രംഗത്ത് മുസ്ലിമീങ്ങളുടെ ആ ഒറ്റക്കെട്ടായ സമീപനം, അതിനെ തകർക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു നടപടിയാണിത്. അവിടെ ഒരു സ്ഥലത്തും തന്നെ ഫർമിനെ അറബീകരിച്ചു. അദ്ദേഹം ആദ്യം പറഞ്ഞെന്താ,
എല്ലാം അറബിയിലായിരുന്നു മുസ്ലിമീങ്ങൾ നിർവഹിച്ചിരുന്നത്, ലോകത്തെല്ലാ സ്ഥലത്തും. ഇയാള് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. ഇയാള് ഖുത്ബ എന്ത് ചെയ്തു? ആദ്യം ഖുത്ബ തുർക്കി ഭാഷയിലാക്കി, പിന്നീട് നിസ്കാരവും തുർക്കി ഭാഷയിലാക്കണം എന്നായിരുന്നു അയാൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോ എല്ലാ കാലത്തും എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ഇതുപോലുള്ള ഇസ്ലാമികമായ കാര്യങ്ങളും അറബിയിലാണ് നിർവഹിച്ചിരുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. എന്നിട്ട് ഈ തുർക്കി ഭാഷയിലെ ഖുത്ബ കേട്ടപ്പോൾ മുസ്ലിം ലോകം അതിനെ എതിർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായി? നിങ്ങളീ പറഞ്ഞ ഈ വിവേചനം ഉണ്ടല്ലോ, അർക്കാനുകൾ അറബിയിലും അല്ലാത്തവ മലയാളത്തിലും എന്ന് പറഞ്ഞതിന്റെ തെളിവെന്താണ്? നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കുന്നത് തെറ്റാണ്. നിങ്ങളും കെ എം മൗലവിയൊക്കെ മനസ്സിലാക്കിയ തെറ്റാണ്. നിങ്ങളും കെ എം മൗലവിയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 1300 കൊല്ലത്തെ മുസ്ലിം ലോകത്തിന്റെ അനുഷ്ഠാനം നോക്കേണ്ടത്. അവർ മുഴുവൻ എന്തുകൊണ്ട് അറബിയിൽ നിർവഹിച്ചു? മനസ്സിലായത്? മുസ്ലിം ലോകത്തിന്റെ ആ ഒരു അനുഷ്ഠാന പാരമ്പര്യം എന്ന് പറയുന്നത് മഹത്തായ ഒരു തെളിവല്ലേ നമുക്ക്? നിങ്ങൾ ആ തെളിവിനെ അതിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് ദീനല്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരിക്കലും ദീനല്ല. അതിനെ സംബന്ധിച്ച് ദീനെന്ന് പറയാൻ പറ്റൂല. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിന്റെ ആളുകൾക്ക് തെറ്റ് പിറന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അർക്കാനുകൾ അറബിയിലാവണം, അല്ലാത്തവ അറബിയിലാകുന്നതിന് തെറ്റില്ല. അർക്കാനുകൾ അറബിയിലല്ലാതിരുന്നാൽ തെറ്റാണ്. ഇതിന്റെ തെളിവെന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം കുത്തുബകൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല വിഷയങ്ങളും കൈകാര്യം ചെയ്തിരുന്നു. അപ്പൊ അതിന് ഒരു സ്ഥിരമായ ഒരു രീതി ഉണ്ടായിരുന്നില്ല. അതായത് അതിലെ അർക്കാനുകൾ മാത്രം സ്ഥിരമായ രീതി എന്നാണ് ഞാൻ അത് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ഞാനത് പഠിച്ചതല്ല, പറഞ്ഞു കേട്ടതും ഞാൻ വിവിധ വിഭാഗങ്ങളുടെ സംവാദങ്ങളും വിവിധ വിഭാഗങ്ങളുടെ ചർച്ചകളൊക്കെ കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃഭാഷയിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെന്നും അതിൽ സ്ഥിരമായി ഫർളുകൾ, അതായത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ദിക്റുകൾ, അത് നമ്മൾ അതേപോലെ പകർത്തിയെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അതായത് ഞാൻ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉസ്താദ് പറയണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽഹംദുലില്ലാഹ് ആ ഒരൊറ്റ ഹംദ് മാത്രമേ നബിയുടെ മുഴുവൻ ഖുത്ബയിൽ ഓതിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഏതാണ്? സ്ഥിരമായിട്ട് നബി തങ്ങൾ ചൊല്ലിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ജുമാ ഖുത്ബയിൽ നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞല്ലോ. എവിടെ കേട്ടു? ആര് പറയുന്നത് കേട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായി അർക്കാനായിട്ട് ചൊല്ലിയ, സ്ഥിരമായി ചൊല്ലിയ, സ്ഥിരം എന്ന് പറയുമ്പോൾ എല്ലാ ഖുത്ബയിലും ഒന്ന് തന്നെയാണ്. സ്ഥിരം എന്ന് പറയുന്ന അർത്ഥമാണല്ലോ. എല്ലാ ഖുത്ബയിലും ഒന്ന് തന്നെയായിട്ട് ഓതിയ ഹംദ്, സലാത്ത് ഏത്, ആയത്ത് ഏത്, ദുആ ഏത് എന്ന് പറഞ്ഞാൽ കേട്ടു എന്ന് പറഞ്ഞാൽ പോരല്ലോ. ആരെ കേട്ടു, എവിടെ കേട്ടു, എങ്ങനെ കേട്ടു, അത് നമുക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്റെ ചോദ്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ നിർവഹിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് തങ്ങൾ തെളിവായിട്ട് പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് നിർവഹിച്ച എന്ന് വെച്ചാൽ മദീന കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ 10 വർഷം തുടർച്ചയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ട്. മദീന കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ 10 വർഷം. മക്ക കാലഘട്ടത്തിൽ തന്നെ ജുമാ നിർബന്ധമായിരുന്നു. പക്ഷേ അത് പ്രായോഗികമാക്കാൻ സൗകര്യപ്പെടാത്തത് കൊണ്ട് മദീനയിൽ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് ജുമാ നിർവഹിക്കുന്നത്. അവിടെ മുതൽക്ക് 10 വർഷം നിർവഹിച്ചു. ഈ 10 വർഷത്തെ ജുമുഅ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ 48, ഒരു 50 ഖുത്ബ നടന്നിട്ടുണ്ടാവും ഒരു കൊല്ലം. അപ്പൊ 500 ഖുത്ബ നടന്നിട്ടുണ്ട്. ഈ 500 ഖുത്ബയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായി നടത്തിയ ഹംദ് ഏത്, സ്ഥിരമായി നടത്തിയ സലാത്ത് ഏത്, സ്ഥിരമായി നടത്തിയ ദുആ ഏത്, സ്ഥിരമായി നടത്തിയ ആയത്ത് ഏത് എന്ന് പറയും. ഞാൻ പറഞ്ഞ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞ വാദത്തിനെ ഖണ്ഡിച്ചുകൊണ്ട്
ഈ ചേകന്നൂർ മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഒരു ലേഖനം ഞാൻ കാണുകയുണ്ടായി. അപ്പോ അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കണ്ട കാലം ജുമാ ഖുതുബ നടത്തിയിട്ട് അതിലൊരു ഖുതുബ മാത്രമാണ് അത് ആകെ രേഖപ്പെടുത്തി വെച്ചത് എന്നും പിന്നെ അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്തതെന്നും അങ്ങനെ കാണുകയുണ്ടായി. അപ്പൊ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കണ്ട കാലം ജുമാ ഖുതുബ നടത്തിയിട്ട് അതിലാകെ ഒരൊറ്റ ഖുതുബ മാത്രമാണ് അതിന്റെ കറക്റ്റ് ഓർഡറിൽ ഹദീസിൽ റിപ്പോർട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അതിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ക്ലിയർ ആയി. ചേകനൂരിൽ നമ്മൾ പിന്നെ അറബിക്കടലിലേക്ക് കൊണ്ടുപോയി താഴ്ത്തിയിട്ടുണ്ട്. ഓന്റെ പുസ്തകം എല്ലാം ഇവിടെ തെളിവ്. ഓൻ ഹദീസിൽ ബുഖാറിനെ നിഷേധിക്കുന്ന ആ കള്ളന്റെ ഹദീസാ പകുതി തെളിവ്. ആ കള്ളനാണ് നമ്മളെ തെളിവ്. നിങ്ങൾ പറഞ്ഞെന്താ? ഞാൻ ഒരുപാട് സംവാദങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേട്ടിട്ടുണ്ട്. അതിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി നടത്തുന്ന ഹംദും സ്ഥിരമായി നടത്തുന്ന സ്വലാത്തും സ്ഥിരമായി നടത്തുന്ന ദുആയും സ്ഥിരമായി നടത്തുന്ന ആയത്തും അത് ഒന്നു തന്നെയായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ആവണം. അതേസമയത്ത് അസ്ഥിരമായ മറ്റു ഭാഗങ്ങൾ അത് മാതൃഭാഷയിലും ആവാം എന്നല്ലേ നിങ്ങൾ തെളിവായിട്ട് പറഞ്ഞത്? ഏതാണ് ആ സ്ഥിരമായി നടത്തിയ ഹംദുനാണ് എന്റെ ചോദ്യം. ചേകനൂർ എന്ന് പറഞ്ഞ ആ കള്ളന്റെ ഹദീസല്ല ഉദ്ധരിക്കേണ്ടത്. ഓൻ ബുഖാറിനെ തല്ലുന്ന ആളല്ലോ. ഓൻ നമുക്ക് തെളിവാക്കാൻ പറ്റും. ഓന്റെ പുസ്തകം വായിച്ചിട്ടാണ് നമ്മൾ ദീന് പറയേണ്ടത്. ഓനവിടുത്തെ മുജാഹിദും ജമാഅത്തും സുന്നിയാലും സർവ്വ ആൾക്കാരെ എതിർത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറാണെന്ന് രേഖപ്പെടുത്തിയ ആളല്ലേ? ചേകനൂരിനെ ഒരു ഇസ്ലാമിന് തെളിവാക്കാൻ പറ്റൂല. നിങ്ങളുടെ തെളിവ് എന്താണോ ചോദിച്ചത് കേട്ടോ? നിങ്ങളുടെ തെളിവെന്ത്? അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞതിന് നിങ്ങൾ തന്നെ വൈരുദ്ധ്യം പറഞ്ഞതാണ്. ഇപ്പോൾ അവിടെ സംഭവിച്ചതാണ്. നിങ്ങളത് സ്ഥിരമായി നടത്തുന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടതും സംവാദങ്ങളിൽ ആളുകൾ പറയുന്നത് കേട്ടതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്കത് ഉദ്ധരിക്കാനില്ല, ഉദ്ധരിക്കാൻ ഉണ്ടാവില്ല. ഒരിക്കലും നിങ്ങൾക്കത് സാധിക്കൂല. നിങ്ങൾക്ക് നല്ല ഈ വാദം വാദിക്കുന്ന ഒരാൾക്കും ഖിയാമത്ത് നാൾ വരെ അത് കൊണ്ടുവരാൻ സാധിക്കൂല. പിന്നെ ചേകനൂർ എന്ന് പറഞ്ഞ കള്ളന്റെ വർത്താനം ഇവിടെ പറയണ്ട. പ്രാമാണികമായ വിഷയങ്ങൾ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഞാൻ ചേകനൂരിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ജുമാ ഖുതുബയുടെ രീതി എന്നുള്ളതിനെ കുറിച്ചിട്ട് ആകെ വായിച്ചത്, അതായത് വിശദമായിട്ട് ജുമാ ഖുതുബയെ ആകെ ഒരെണ്ണം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ചേകനൂർ പറഞ്ഞ മാത്രമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ആ ലേഖനത്തിൽ ഞാൻ വായിച്ചതായിട്ട് ഓർത്തു, അതുകൊണ്ടാണ് അത് ഉദ്ധരിച്ചതാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ജുമാ ഖുതുബ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ആരൊക്കെ ഉദ്ധരിച്ചു എന്നും അറിയില്ല, അത് ഏത് രൂപത്തിലാണെന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഉദ്ധരിച്ചത്. ഞാൻ അറിയില്ല, മറ്റൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല. ഒരുപാട് സംവാദങ്ങൾ കേട്ടിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ കേട്ടു എന്നാ പറയുന്നത്. ആ കേട്ടത് എന്താണ് എന്റെ ചോദ്യം? ചേകനൂരാണ് മാറ്റി വെക്കുക, അതുപോലെ ചർച്ച ചെയ്യണം. അത് നിങ്ങൾ ഉദ്ധരിക്കും വേണ്ട, അയാളെ വർത്താനം ഇവിടെ പറയണ്ട. നിങ്ങൾ കേട്ട സംവാദങ്ങൾ ചേകനൂരിനെന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിമുകൾ മുഴുവൻ തള്ളി പറഞ്ഞ ആളല്ലേ. അയാൾ എന്തൊക്കെ തോന്നിയത്? അബൂ ഹുറൈറ കള്ളനാണെന്നാണ് അയാളെ വാദം. അയാൾ ഉദ്ധരിച്ചത് അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ കള്ളനാണ്, മുആവിയ ജൂതനാണ്, അതുപോലെ തന്നെ സ്വഹാബത്ത് മുഴുവൻ കള്ളന്മാരാണെന്ന് വാദിക്കുന്ന ഖുർആൻ മാത്രമേ തെളിവാക്കാൻ പറ്റുള്ളൂ. ബുഖാരി വരെ കള്ളണമെന്ന് പറഞ്ഞ ആ ഹംകനെ പിടിച്ചുകൊണ്ട് ഇവിടെ തെളിവ് ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അയാളല്ല ഇവിടെ തെളിവ്. അയാള് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണെന്ന് എനിക്ക് ആർക്കും സംശയമില്ല. നിസ്കാരം 3 വക്താണെന്ന് അയാൾ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ നമ്മൾ തെളിവാക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് സംവാദങ്ങൾ കേട്ടു ഈ വിഷയവുമായിട്ട്. അതിലൊക്കെ പറഞ്ഞതിലും ഞാൻ കേട്ടതാണ് സ്ഥിരമായ റുക്നുകൾ എന്ന്. എന്താണ് നിങ്ങൾ പറഞ്ഞത് കേട്ടത്? അത് പറയും. സുന്നികളുടെ പക്ഷത്തിൽ നിന്നുള്ള സംവാദത്തിൽ കേട്ടു, മുജാഹിദിന്റെ പക്ഷത്തുള്ള സംവാദത്തിൽ കേട്ടു. ഈ വിഷയത്തിൽ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ചേകനൂര് ഖാദിയാനി അത് രണ്ടും കൂടെ ഉദ്ധരിക്കാൻ പറ്റില്ല കേട്ടോ. അത് തെളിവ് ഉദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉസ്താദ് പറഞ്ഞില്ലേ, അത് ഈ ഏത് ഖുതുബയിലാണ് സ്ഥിരമായിട്ട് ഹംദ്, അതിന്റെ കാര്യം ചോദിച്ചില്ലേ. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതാണ് ചോദിച്ചത്. നിങ്ങൾ ഒരുപാട് കേട്ടു എന്ന് പറഞ്ഞല്ലോ. ആ കേട്ടത് എന്താണ്? ചേകനൂരിൽ ഉദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ന്യായീകരിക്കും വേണ്ട, അതുപോലെ പറയും വേണ്ട.
അത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്കിലോട്ട് വരും. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് നമ്മൾ ചർച്ചയിൽ വരേണ്ട ആവില്ല. ഒരു മുജാഹിദും അംഗീകരിക്കൂല അയാളെ, ഒരു ജമാഅത്തും അംഗീകരിക്കൂല, ഒരാളും അംഗീകരിക്കാത്ത ഒരു കളറ് പിടിച്ചാണ് നമ്മൾ തെളിവുദ്ധരിക്കേണ്ടത്. അയാളെ ലേഖനം ഇവിടെ പ്രസക്തമല്ല. അത് നിങ്ങൾ വായിക്കലോട് കൂടി അത് പറയലോട് കൂടി തന്നെ തള്ളിക്കളഞ്ഞു. അതിവിടെ പറയാൻ പാടില്ല. മറിച്ച് നിങ്ങൾ കേട്ട സംവാദങ്ങളിൽ കേട്ടതെന്ത്, നിങ്ങൾ സംവാദങ്ങളിൽ കേട്ടതെന്ത്, അവർ ഉദ്ധരിച്ച പ്രമാണം എന്ത്, അതിന് പറയും. അതില്ല സുഹൃത്തെ. അങ്ങനെ സ്ഥിരമായൊരു ഹംദ്, സ്ഥിരമായൊരു സ്വലാത്ത്, സ്ഥിരമായൊരു ദുആ, സ്ഥിരമായ ഒരു ആയത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല. നിങ്ങൾ കേട്ടു എന്ന് പറയുന്നത് എവിടെയാണ്, എന്താണെന്ന ചോദ്യം, അതിന് മറുപടി അറിയാം. അവർക്ക് സമയം കളയണ്ട. ഒരുപാട് ആളുകൾ സമയം കളയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയം കളയല്ല വേണ്ടത്. നമ്മൾ വിഷയം വസ്തുനിഷ്ഠമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചേതനൂരിനെ അവിടെ പ്രതിപാദിക്കുക വേണ്ട കേട്ടോ. അതായത് ഞാൻ സംവാദത്തിൽ കേട്ടത് ജുമ്മയുടെ ഖുതുബ സന്ദർഭോചിതമായിരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീഫമാരും അവരുടെ ഖുതുബ സന്ദർഭോചിതമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുമ്പോൾ കണ്ണുകൾ ചുവക്കുകയും ശബ്ദം ഉയരുകയും ചെയ്യുന്നതായി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ ആരിലും പകർത്തിയെഴുതി അത് പാരായണം ഖലീഫമാർ ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. പിന്നെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബയ്ക്കിടയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് വൈകിയതിന്റെ കാരണം അന്വേഷിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനോട് ഖുതുബയ്ക്കിടയിൽ സ്വത്തവകാശത്തിനെ കുറിച്ച് ചോദിച്ചൊരു സംഭവം, അതായത് ഒരു മിമ്പറിലെ മസല എന്ന രീതിയിൽ ആണ് ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ഖുതുബ ജനങ്ങൾക്ക് സന്ദർഭോചിതമായിട്ട് മതം പഠിക്കാനുള്ള ഒരു വേദി ആണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സൈൻ എന്താ പറയാനുള്ളത്? മനസ്സിലായി. അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾ കേട്ടിട്ടില്ല, കേട്ടു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയതാണ് എന്ന് മനസ്സിലായി. അതുപോലെ ക്ലിയറായി. അങ്ങനെ നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ പിൻവലിച്ചു എന്നാണ്. നിങ്ങൾ തന്നെ പറഞ്ഞ വാക്ക് നിങ്ങൾ തന്നെ പിൻവലിച്ച സ്ഥാനത്താണ്. നിങ്ങൾ പിൻവലിച്ചു എന്ന് നിങ്ങൾ മറക്കാൻ പറഞ്ഞോളുന്നില്ല അല്ലേ? അതന്നെ. ഒരു സുഹൃത്ത് PM ചെയ്തതുപോലെ എല്ലാം കേട്ടതും മനസ്സിലാക്കിയതുമാണ്, ഒന്നിനും തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഈ വിഷയത്തിൽ അന്യഭാഷാവാദത്തിന്റെ മുഴുവൻ പോക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞാൻ കേട്ടു, ഞാൻ മനസ്സിലാക്കി എന്നല്ലാതെ അതിന് തെളിവില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബക്കിടയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് സംസാരിച്ചു. അത് അറബിയല്ലാത്തൊരു ഭാഷയിലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വാദത്തിന് തെളിവാക്കാം. ഒന്ന്. രണ്ടാമതായിട്ട് ഈ സ്വഹാബിമാർ തന്നെ അന്യനാടുകളിൽ പോയിട്ട് ഖുതുബ നിർവഹിക്കാണ്. ഇതേ സ്വഹാബിമാർ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞയച്ച സ്വഹാബിമാരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞയച്ച സ്വഹാബിമാരും അലിയാർ തങ്ങൾ പറഞ്ഞയച്ച സ്വഹാബിമാരും അങ്ങനെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ മുസ്ലിമീങ്ങൾ ലോകത്തെ ആയിരക്കണക്കിനായ പള്ളികളെല്ലാം ഖുതുബ നിർവഹിക്കാൻ അറബിയിൽ മാത്രം. അവരൊക്കെ സന്ദർഭോചിതം നടത്തി, പക്ഷെ അത് അറബിയിൽ മാത്രം. എന്തുകൊണ്ട് അറബിയിൽ മാത്രം നടത്തിയെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സന്ദർഭോചിതം നടത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭാഷ മാറ്റണം എന്നായിരുന്നുവെങ്കിൽ, സന്ദർഭോചിതം നടത്തി എന്നതിന്റെ അർത്ഥം ഭാഷ മാറ്റണം എന്നായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർ മറ്റു നാടുകളിൽ ചെന്നപ്പോൾ ഭാഷ മാറ്റിയില്ല? അത് അവർക്ക് ഭാഷ അറിയാത്തത് കൊണ്ടാണ് എന്നാണോ നിങ്ങളുടെ മറുപടി? ഇന്ന ഭാഷ അറിയുന്ന ആളുകളെ കൊണ്ട് ഖുതുബ നിർവഹിപ്പിച്ചാൽ പോരെ? എന്തുകൊണ്ട് അവരെ നടത്തിയില്ല? അവർക്കൊന്നും വിവരമില്ല, ഞങ്ങൾക്ക് മാത്രം വിവരം ഉണ്ട് എന്നാണോ നമ്മൾ പറയേണ്ട മറുപടി? നമ്മൾ അറബി ഭാഷ ഒന്നും അറിയില്ല, ഹദീസ് കണ്ടിട്ടില്ല, ബുഖാരി കണ്ടിട്ടില്ല, മുസ്ലിം കണ്ടിട്ടില്ല എന്ന് നമ്മൾ പറയും ചെയ്യാ. എന്നിട്ട് നമ്മളെന്നെ എന്ത് ചെയ്യും ചെയ്യാ? അറിവുള്ളവരായിട്ട് പറയും ചെയ്യാ. ഇത് നമ്മുടെ യുക്തിക്ക് പോലും യോജിക്കാത്ത ഒരവസ്ഥയല്ലേ? നമുക്കൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതായിട്ടെങ്കിലും ഒരു ബുദ്ധി വന്നിട്ടില്ലേ? ആ ബുദ്ധിക്ക് പോലും അറിവിന് യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, ബുദ്ധിക്ക് പോലും യോജിക്കാത്തൊരവസ്ഥയല്ലേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തേക്കും സ്വഹാബത്തിനെ അയച്ചു. ഒന്നാം ഖലീഫയുടെ കാലത്ത് അയച്ചു, രണ്ടാം ഖലീഫയുടെ കാലത്ത് അയച്ചു, മൂന്നാം ഖലീഫയുടെ കാലത്ത്, നാലാം ഖലീഫയുടെ കാലത്ത്. അങ്ങനെ 13 നൂറ്റാണ്ട് കാലം ലോകത്തിന്റെ ആയിരക്കണക്കിന് പള്ളികളിൽ ഖുതുബ നിർവഹിച്ചു. അവരെല്ലാവരും സന്ദർഭോചിതം നടത്തിയ ഖുതുബ എന്തുകൊണ്ട് അതത് നാട്ടിലുള്ള ഭാഷയിൽ നടത്തിയില്ല? അതൊരു ചോദ്യമല്ലേ? എന്തുകൊണ്ട് നടത്തിയില്ല?
നടത്തിയില്ല എന്ന് മാത്രമല്ല അവർ അറബിയിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് റഷീദ് റിദയും പറഞ്ഞത്, അതുപോലെ തന്നെ കെ മൗലയും പറഞ്ഞത്. ഇവർ രണ്ടുപേരും പറയാം. അവരുടെ അഭിപ്രായം എന്താ? അവരുടെ അഭിപ്രായം അവർക്ക് തുറന്നു പറയാം. അത് ദീനല്ലല്ലോ, പ്രാമാണികർ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവർക്കൊക്കെ മനസ്സിലായത് ഏത് കാര്യങ്ങൾ മതപരമായിട്ട് എന്ത് വിഷയത്തിൽ ഖുതുബയിൽ സംസാരിക്കുകയാണെങ്കിലും അതൊക്കെ അറബിയിലായിരിക്കണം എന്നുള്ളതാണ് അവരൊക്കെ മനസ്സിലാക്കിയത്. എന്താ അവരങ്ങനെ മനസ്സിലാക്കാൻ കാരണം? സാധാരണ ഒരു പ്രഭാഷണമല്ല ഖുതുബ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാവണം എന്ന് പറഞ്ഞത് ആ ഒരു തത്വം നിൽക്കുമ്പോൾ തന്നെ അതൊരു സാധാരണ പ്രഭാഷണമായിട്ട് നിർവഹിക്കാനുള്ളതല്ല. അതിന് അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്ത്, അതാണ് അവരൊക്കെ മനസ്സിലാക്കിയത്. അവര് മനസ്സിലാക്കി അവിടെ നിന്നാ പോരെ. നമ്മള് ഖുർആനും അർത്ഥം അറിയില്ല, ബുഖാരിയുടെ അർത്ഥം അറിയില്ല, മുസ്ലിമിന്റെ അർത്ഥം അറിയില്ല, പിന്നെ ചേകനൂരോ അല്ല കള്ളന്മാരോ എഴുതിയത് മാത്രം വായിച്ച് ആ ഒരു അറിവ് മാത്രം സമ്പാദിച്ചിങ്ങനെ വെച്ച് നിൽക്കുന്ന ആളുകൾ എന്തിനാ നമ്മൾ നമ്മളുടേതായ ഒരു തീരുമാനം അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ എടുക്കുന്നത് എന്തിനാണ്? നമുക്ക് ആ മുൻഗാമികൾ നിർവഹിച്ച ആ ഒരു ശൈലിയിൽ ഒതുങ്ങി നിന്നാ പോരെ. പിന്നെ ആളുകൾ ഉത്ബുദ്ധപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് ഖുതുബ അറബി ക്ലിയറായി മനസ്സിലാവും. അറബി അറിയാത്ത ആളുകൾക്ക് അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ മദ്രസയിലും സ്കൂളിലും പ്രഭാഷണങ്ങളിലും വേദികളിലും എന്തെല്ലാം നമ്മൾ ദീനല്ലേ ദൂരം കേരളത്തിലൊക്കെ നമ്മ അറബിയൻ ആളുകളിൽ ഇല്ലാത്തതിലേറെ ശക്തമായ ആശയപ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ദീൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജുമാ ഖുതുബിച്ചോളമൊന്നുമില്ല, മറിച്ച് ദീൻ പഠിക്കാൻ ആയിരക്കണക്കിന് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദുർവാശിയാണ്. അതൊക്കെ കേവലം വാദങ്ങളാണ്. അതിനൊന്നും ഒരു തെളിവുമില്ല. നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഈ ഫർദ് മാത്രം അറബിയിലാവണം, അല്ലാത്തവ അന്യഭാഷയിലാക്കാം. ഇതിന്റെ തെളിവെന്താണ്? എന്താ ഫർദും മറ്റു ഭാഷയിലാക്കിക്കൂടെ? ഈ മുജാഹിദുകൾക്ക് എന്ത് ഖുതുബ മുഴുവൻ മലയാളത്തിലാക്കിക്കൂടെ? എന്താ ഈ മുസ്ലിമീങ്ങൾക്ക് ദ്വാരക്കുമ്പോ അത് ആമീൻ പറയുന്ന ആളുകൾക്ക് അതൊന്നും തിരിയണ്ടേ? ആമീൻ പറയുന്ന ആളുകൾക്ക് തിരിയണ്ട. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ഇതിങ്ങനെ ദ്വാരന്ന് നീട്ടി ദ്വാരന്ന് എന്തുകൊണ്ടത് മലയാളത്തിലാക്കി? ആളുകൾ ആമീൻ പറയല്ലേ, അവർക്ക് മനസ്സിലായിക്കൊണ്ട് ആമീൻ പറയുമ്പോൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ആമീൻ പറയുമ്പോൾ അതല്ലേ കുറച്ചൊക്കെ നല്ലത്? എന്തിനാണ് ഈ ദുആ അറബി ആക്കണം നമ്മൾ വാശി പിടിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ പ്രകാരം ദുആക്കെ മലയാളത്തിലാക്കിക്കൂടെ? തഖ്വ കൊണ്ടുള്ള വസിയത്ത് മലയാളത്തിലാക്കിക്കൂടെ? ഹംദ് മലയാളത്തിലാക്കിക്കൂടെ? സലാത്ത് എന്താ മലയാളത്തിലാക്കുന്നത്? എന്താ കുഴപ്പമുള്ളത്? മുജാഹിദിന്റെ വാദപ്രകാരം എവിടുന്ന് കിട്ടി? അറബി മാത്രം മലയാളത്തിലും അല്ല അറബിയിലും, അല്ല അർക്കാന് മാത്രം അറബിയിലും, അല്ലാത്തവരൊക്കെ മലയാളത്തിലും എവിടുന്ന് കിട്ടിയതാണ്? അതിന് ഖുർആൻ കൊണ്ടോ സഹീഹ് ഹദീസ് കൊണ്ടോ വല്ല തെളിവും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഷാഫി മദ്ഹബല്ല. ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വ്യക്തമായി വിശദീകരിച്ച കാര്യങ്ങളാണ്. ഞാനിപ്പോ പറയുന്ന മുജാഹിദിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്, സുന്നിജമാഅത്തിന്റെ ചോദ്യമല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇത് മുസ്തഫ കമാൽ അറ്റാതുർക്കിന്റെ ഇസ്ലാമിക വിരുദ്ധമായ, ഇസ്ലാമിനെ തല്ലിപ്പൊളിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ പിന്മുറക്കാരാണ് ഇന്ന് ഈ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. കെ മൗലവി വാദക്കാരനായിരിക്കാം, പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ലോകത്ത് ഈ പറഞ്ഞ സ്വഹാബിമാരൊക്കെ ലോകത്തിന്റെ അന്യനാടുകളിൽ ചെന്നപ്പോ അവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ സ്വഹാബത്ത് വന്നു, താബീങ്ങൾ വന്നു, അവരൊക്കെ ഖുതുബ ഓതി. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് മലയാളത്തിൽ ഓതിക്കൂടാ? അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഒരാഴ്ച നമ്മുടെ നാട്ടിൽ വന്നു നിൽക്കുന്ന ആൾക്കാർക്ക് മലയാളം തിരിയില്ലേ? ഈ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയണമാതിരി അതിന് 5-6 കൊല്ലം പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ ഒരു അറബികൾ മാത്രമുള്ള ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഒരാഴ്ച അവിടെ നിന്നാൽ മതി, നിങ്ങൾക്ക് അറബി താനാണ് പഠി കേട്ടോ. എന്നമാതിരി മലയാളികൾ മാത്രമുള്ള സ്ഥലത്ത് സ്വഹാബത്ത് വന്നാലേ ഒരാഴ്ച കൊണ്ട് ഒരു മലയാളം പഠിച്ചിട്ടുണ്ടോ? അത് മനുഷ്യന്റെ ബുദ്ധി സമ്മതിക്കുന്ന കാര്യമാണ്. അതൊക്കെ നമ്മുടെ നൂർഫൈസ് ഉസ്താദ് കൈവന്നിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ കാതോർക്കുകയാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദിനെ ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അദ്ദേഹം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തെ മൈക്ക് ഇങ്ങനെ ടെക്സ്റ്റ് അടിച്ചാൽ അതൊരു നല്ല പരിപാടിയല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട എംപിദാരിയും മറുപടി അറിയും നിങ്ങളെ കേൾക്കുക വേണ്ടത്. നിങ്ങളെ ആ സമയത്ത് വേറെ ടെക്സ്റ്റ് ചെയ്യല. അതാണ് അതിന് മര്യാദ. മൈക്ക് എന്നുള്ളത് നിങ്ങളെ ചോദ്യത്തിനോട് മറുപടി പറയാണ്. ആ മറുപടി കേൾക്കുന്നവരേക്കും നിങ്ങൾ മുണ്ടാതെ ഇരുന്നോളണം അവിടെ. ആ മറുപടി കഴിയുന്നവരേക്കും നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാനും പാടില്ല, വേറും ചെയ്യാൻ പാടില്ല. ഇത് ശ്രദ്ധിച്ചോളണം. അതാണ് ഒരു വിഷയം പറയാം. പിന്നെ നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങൾ ആ അർക്കാനുകൾ ഉണ്ടല്ലോ, ആ അർക്കാനുകൾ അറബിയിൽ തന്നെ ആവണം. അതിന്റെ തെളിവ് നിങ്ങളുടെ എംപിക്കാരും ചോദിച്ചു. അത് നിങ്ങൾ പറയുക. നിങ്ങൾക്കിപ്പോ പറയാൻ സാധിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങളെ എപ്പോഴെങ്കിലും അതിന്റെ തെളിവുമായി നിങ്ങൾ വരിക. എംപിക്കാരും അത് ഞങ്ങളോട് ചോദിച്ചു. അൽഹംദുലില്ലാഹ്, പിന്നെ ഹംദ്, പിന്നെ ഖുതുബയുടെ അർക്കാനുള്ള ഹംദ്, അതുപോലെ സലാത്ത്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്, അതുപോലെ തന്നെ ആയത്ത് ഓതുക, മുഅ്മിനീങ്ങൾ കൊണ്ടുള്ള ദുആ, ഇതൊക്കെ അറബിയിൽ തന്നെ ആവണം. അത് നിർബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവെന്താണ് എന്ന് ബഹുമാനപ്പെട്ട എംപി നിങ്ങളോട് ചോദിച്ചു. അത് നിങ്ങൾ മറുപടി പറയണം. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അത് ഏറ്റവും ചുരുങ്ങിയത് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ കുറെ ഇങ്ങനെ ചോദിക്കുക, പിന്നെ അതിനിങ്ങനെ അതല്ല അതിന് വിഷയം. ഒരു കാര്യം ഒരു തീരുമാനം ആവേണ്ടതുണ്ട്. അതിലത്തെ സംശയങ്ങൾ തീരേണ്ടതുണ്ട്. ഇപ്പൊ എനിക്ക് ആ സംശയം തീർന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇന്ന സംശയമാണ് ഇനി ബാക്കിയുള്ളത്. ആ രീതിയിലായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇപ്പൊ വേണ്ടതാണ് അർക്കാനുകൾ അറബിയിലായിരിക്കൽ നിർബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവ് എന്താണ് എന്ന് നിങ്ങൾ പറയുക. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ തെളിവ് ഹാജരാക്കാൻ സാധിക്കൂലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ഓടുക ഇവിടുന്ന്. എന്നിട്ട് നിങ്ങളുടെ ആലിമികളെയും മറ്റൊക്കെ കണ്ടിട്ട് അതിന്റെ തെളിവ് വയ്ക്കുക. എന്നിട്ട് ആ തെളിവുമായി നിങ്ങൾ ഇവിടെ വരിക. എന്നിട്ട് നമുക്ക് ഇൻഷാല്ലാ അത് സംബന്ധമായ ഒരു സംവാദം നടത്താം. പിന്നെ ഒന്നുകൂടി ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ ഈ എംപി ഇവിടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടത്. അതല്ലാതെ മൈക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ധൃതി കാണിക്കല്ലേ വേണ്ടത്. അസ്സലാമു അലൈക്കും പറയുന്നത് അങ്ങനെ മൈക്കെടുത്തോളി. അത് ഞാനിവിടെ ഈ ബൈലക്സ് മെസ്സഞ്ചറിൽ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പണ്ഡിതന്മാരോടാണെന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ സംസാരിക്കുന്നത്. നമ്മളിപ്പോ ഒരു സംവാദത്തിനാണ് ഇവിടെ വന്നതെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അസത്യം ഏതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ടാണ് അതിന്റെ ഒരു ചർച്ച. എന്താണ് എന്റെ സംശയം എന്നുള്ളതിന് നിങ്ങൾ പറയുന്ന മറുപടി ഞാൻ എന്റെ അറിവിന്റെ പരിമിതി കൊണ്ട് ഞാൻ തൽക്കാലം അത് അംഗീകരിക്കും. കാരണം നിങ്ങളിപ്പോ അങ്ങനെ പറയുന്നു. ഇതേ ചോദ്യം തന്നെ ഞാൻ പോയി ക്യാനും ഓൺലൈൻ ക്ലാസ്സിന് മുമ്പിലും അങ്ങനെ മറ്റു ഏതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെയും പോയി ചോദിക്കും. അങ്ങനെയാണ് നമ്മൾ സത്യം മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു പണ്ഡിതനല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഒരു പണ്ഡിതോചിതമായ ഒരു മറുപടി ആയിരിക്കണം എപ്പോഴും ഇങ്ങോട്ട് പറയാം. അതില് നമ്മളെ കോപപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ഉസ്താദിനോട് വിനയപൂർവ്വം പറയാനുള്ളത്. നിങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി വിനയപൂർവ്വം പറയാൻ എന്തൊക്കെയുണ്ട്. ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. നിങ്ങൾ ടെക്സ്റ്റിലാവരുത്. നിങ്ങൾ മൈക്ക് ടെക്സ്റ്റ് ചെയ്യല്ല വേണ്ടത്. ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അതിന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഉസ്താദ് മൈക്ക് അങ്ങോട്ട് വിട്ടാൽ മാത്രം നിങ്ങൾ മൈക്ക് എടുക്കുക. അതിന്റെ മുമ്പ് നിങ്ങൾ ടെക്സ്റ്റ് കാണാനേ പാടില്ല. ഇവിടെ എന്താ നിങ്ങൾ കളിയാ? നിങ്ങൾ ഒരാളിങ്ങനെ ഉറക്കം വെച്ചിട്ടേ കാര്യം ഇങ്ങനെ പറയാം. നിങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ചെയ്യാതിരിക്കാച്ചാല് അത് ശ്രദ്ധിച്ച് കേൾക്കല്ലേ നിങ്ങൾ വേണ്ടത്. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. പിന്നെ അപ്പൊ അത് ചെയ്യുന്നത്. പിന്നെ ഇതിന് തീരുമാനം വേണം. പിന്നെ ഹംദ്, അതുപോലെ തന്നെ സ്വലാത്ത്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ, ആയത്ത് ഓതൽ പോലെയുള്ള കാര്യങ്ങൾ അറബിയിൽ തന്നെ ആവൽ നിർബന്ധമാണ് എന്നുള്ള അതിന്റെ തെളിവെന്താണ്, നിങ്ങൾ മനസ്സിലാക്കിയ തെളിവെന്താണ് അത് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായിട്ട് ഖുതുബയ്ക്ക് അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. മറ്റേ ഉത്ബോധന പ്രസംഗം വേറെ പല വിഷയങ്ങളും സംസാരിച്ചിരുന്നു. നേരെ മറിച്ച് ഇത് ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കിയതല്ല പറയാൻ വേണ്ടി ജോർജ് ഫൈസി പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെന്ത് മനസ്സിലാക്കുന്നു എന്നല്ല, അതിന്റെ തെളിവെന്താ, സ്ഥിരമായിട്ട് നബി അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് ആരാ പറഞ്ഞത്, അതിന്റെ തെളിവെന്താണാ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. നിങ്ങൾ പറഞ്ഞു ചേകനൂർ പോലിന്റെ ഒരു പുസ്തകത്തിൽ വായിച്ചു, അത് ഉദ്ധരിക്കാനേ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ തെളിവെന്ത് മനസ്സിലാക്കാൻ ഇപ്പൊ പല ആളുകളും നിസ്കാരം എന്ന് പറയുന്നത് 3 റക്അത്താണ്, 3 വക്താണ് മനസ്സിലാക്കിയ ആൾക്കാരില്ലേ. നിസ്കാരം കൊണ്ട് സംഗതിയില്ലാന്ന് മനസ്സിലാക്കിയ ആൾക്കാരില്ല. മനസ്സിലാക്കിയതല്ല പറയേണ്ടത്, തെളിവെന്താണ്. വെറുതെ മനസ്സിലാക്കാൻ പറ്റുമോ? അതിന്റെ തെളിവെന്താണ് എന്നുള്ളത് പറയണം. അത് നിങ്ങളോടുള്ള ചോദ്യമല്ല, ലോകത്തുള്ള സകല ഈ ഖുതുബ ഭാഷാവൽക്കരണത്തിന്റെ സർവ്വ ആളുകളോടുള്ള ചോദ്യമാണത്. എന്താണ് ഇതിന്റെ തെളിവ്? കാരണം പഴയകാലത്ത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായിട്ട് റാബിത്തത്തുൽ ഇസ്ലാമിലെ അറബിയനോട് ചോദിച്ചിട്ട് അവർക്ക് പോലും അതിന്റെ തെളിവ് പറയാൻ വേണ്ടിയില്ല. എന്താണ് പിന്നെ ബാക്കിയുള്ളവർ? അപ്പൊ ചുരുക്കത്തിൽ അതിന്റെ തെളിവെന്താണ്? മനസ്സിലാക്കിയത് ഒരിക്കലും നിങ്ങൾ പറയണ്ട, അതിന്റെ തെളിവെന്താണ് അതാ ചോദ്യം. സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തിരുന്നു നിങ്ങളാണ് കളവ് പറഞ്ഞാൽ മതിയോ? നിങ്ങളങ്ങനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ തെളിവ്? അത് നമുക്കൊരു വിഷയം, അത് കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ചർച്ച നമുക്ക് അതായിരിക്കണം, നമ്മുടെ ഈ ചർച്ച പുരോഗതിപ്പെടണം. ആ തെളിവെന്ത് എന്നുള്ളത് ആ ചർച്ചയിൽ നമുക്കൊരു തീർപ്പുണ്ടാവണം. എന്നിട്ട് അടുത്തേക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. CD കേട്ടതാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ CD ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്ത് പറഞ്ഞു ഞാൻ പലവട്ടം അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം കേട്ട സംവാദങ്ങളിൽ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, അത് ഞാൻ പലവട്ടം ചോദിച്ചിട്ടും അദ്ദേഹത്തിന് മറുപടി ഞാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലേ, പിന്നെ അദ്ദേഹം ചില ഉമർ ഖത്താബ് തങ്ങളുടെ സംഭവം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ സംഭവമൊക്കെ പറഞ്ഞു. ഞാൻ അതിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവരൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും സ്വഹാബത്തിനെയും താബീങ്ങളെയും പറഞ്ഞയച്ചിട്ട് അവരൊക്കെ അറബിയിലാണ് ഓതിയത്, അവരൊക്കെ അറബിയിലാണ് നിർവഹിച്ചത്. അത് സാന്ദർഭികമാണെങ്കിലും അല്ലെങ്കിലും എല്ലാ ഖുതുബയും സാന്ദർഭികം തന്നെയാണ്. സാന്ദർഭികമല്ലാത്തൊരു ഖുതുബ ഇവരല്ല. അപ്പൊ ആ ഖുതുബ നിർവഹിച്ചപ്പോൾ അവരൊക്കെ അറബിയിലാണ് ഓതിയത് എന്ന് വ്യക്തമായ തെളിവ് നമ്മൾ KM മൗലവിയുടെ ഉദ്ധരണി പറഞ്ഞു, അതുപോലെ റഷീദ് ഇരുന്നയുടെ ഉദ്ധരണിയും പറഞ്ഞു. അങ്ങനെ ഒരു ഉദ്ധരണി കൊണ്ട് സ്ഥാപിക്കൂ സുഹൃത്തെ. വെറുതെ നമ്മളിങ്ങനെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. പഠിക്കാന്ന് പറയുമ്പോ സമയം കളയാന്നുള്ളതാവാൻ പാടില്ല. നേരം വെളുക്കോളം പറയാ, നേരം വെളുത്താൽ എനിക്കും ഉറങ്ങാൻ പറ്റില്ല, നിങ്ങൾക്കും ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് ഏതായാലും ഉറങ്ങാൻ പറ്റില്ല. നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക് പിടിച്ച ദിവസമാണ്. നാളെ രാവിലെ ഒരു 10 മണി വരെ സെബുക്കെടുത്തതിന് ശേഷം പിന്നെ ചേളാരിയിൽ സമസ്തയുടെ 90ാം വാർഷികത്തിന്റെ പരിപാടിക്ക് പോകണം. ഞാൻ അഷ്റഫ് ഉസ്താദ് 9 മണിയാകുമ്പോൾ ഇവിടെ എത്തും. ഞാനും അദ്ദേഹം കൂടി അവിടെ പോകണം. ഞങ്ങൾക്ക് അഹ്ലുസുന്ന പിന്നെ റിസർച്ച് കൗൺസിലിന്റെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഉസ്താദുമാരുമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഇതിന് എല്ലാ ഉസ്താദുമാരും ചേളാരിയിൽ നാളെ കിട്ടും എന്നുള്ള അടിസ്ഥാനത്തിൽ നാളെ പോകാൻ തീരുമാനിച്ചാണ്. അത് കഴിഞ്ഞ ഉടനെ ഇവിടെ പെരിന്തൽമണ്ണയിലേക്ക് തിരിച്ചു വരണം. പെരിന്തൽമണ്ണയിൽ സമസ്തയുടെ പെരിന്തൽമണ്ണ മണ്ഡല സമ്മേളനത്തിന്റെ സുപ്രധാനമായ മീറ്റിംഗ് നടക്കുകയാണ് 3 മണിക്ക്. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ പിന്നെ പേക്കാട്രിയിലേക്ക് പോകണം. അവിടെ മഗ്‌രിബിന് ശേഷം എനിക്കും മുസ്തഫ അഷ്റഫിക്കും നാളെ ആദർശ വിശദീകരണ പരിപാടി ഉണ്ട്. അപ്പൊ ഇന്ന് നിലക്കും ഉറങ്ങാൻ സമയമില്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പോ നമ്മൾ മറ്റുള്ള ചർച്ചയിലേക്ക് ഇൻഷാ അല്ലാഹ് അമീർ സാഹിബും കൂടി ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ള ചർച്ചകളിലേക്ക് പോകാതെ ഇപ്പോ ഈ അർക്കാനുകൾ അറബിയിലും അല്ലാത്തവ മലയാളത്തിലും എന്നുള്ള വാദത്തിന്റെ തെളിവ് വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ, അത് ഏതെന്ന് പറയാ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത വിഷയമാണെങ്കിൽ ഇപ്പോൾ എനിക്കത് അറിയില്ല, ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ ഞാനത് പറയാം എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഈ ചർച്ച തൽക്കാലം നിർത്തുകയായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം മാത്രമാണ്. കാരണം സമയം നിങ്ങൾക്കറിയാലോ, 2 മണിയായി, നമ്മുടെ ഇന്ത്യയിൽ 2 മണിയായി ഏകദേശം. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയണം. ആ അഭിപ്രായത്തെ ഞാൻ വളരെ വിനയപൂർവ്വം അതിനെ മാനിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞത് ആ തെളിവാണ് എനിക്ക് കിട്ടിയത്. അതായത് ഉമറുള്ളാവിന്റെ സംഭവം അത് ഉസ്താദ് അതിനെ കണ്ടിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊരു പണ്ഡിതനല്ലാന്ന്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതിന് കൂടുതൽ, അതായത് മറ്റു പണ്ഡിതന്മാരോട്, അതായത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരോട് അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു സമയം നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാനൊരു പണ്ഡിതനല്ലാത്തതുകൊണ്ടാണ്. പണ്ഡിതനാണെങ്കിൽ
എനിക്ക് ഉസ്താദിനോട് മറുപടി പറയാൻ കഴിയുമായിരുന്നു. പിന്നെ അവസാനമായിട്ട് എനിക്ക് ഈ വിഷയത്തിലുള്ള ഒരു ഉദ്ധരണി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഖുതുബ അറബിയിലാവണം എന്ന് ഇമാം ഷാഫി റഹിമുള്ള, അബൂ ഹനീഫ, അഹമ്മദ് ബിൻ ഹംബൽ, മാലിക് റഹിമുള്ള എന്നിവരോ അവർ മുമ്പുള്ളവരോ പറഞ്ഞിട്ടില്ല എന്നൊരു വാദം ഞാൻ ഒരു ആർട്ടിക്കിളിലൂടെ കാണുകയുണ്ടായി. അപ്പൊ അബൂ ഹനീഫ റഹിമുള്ളയുടെ അഭിപ്രായമായിട്ട് ഖുതുബയുടെ ഫർളുകൾ അടക്കം അറബിലാണെന്ന നിബന്ധന അബൂ ഹനീഫ റഹിമുള്ള വെച്ചിട്ടില്ല എന്ന് ദാറുൽ മുഖ്താർ എന്നൊരു കിതാബിലുള്ളതായിട്ട് ഞാൻ അതൊരു അറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഉസ്താദിന് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലൊരു തീരുമാനമാക്കാം. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഒന്നും അറിയില്ല, പണ്ഡിതനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനമാക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അബൂ ഹനീഫ എന്ത് പറയുന്നു, മാലിക് ഇമാം എന്ത് പറയുന്നു, ഷാഫിഈ ഇമാം എന്ത് പറയുന്നു, അഹ്മദ് ബിൻ ഹംബൽ എന്ത് പറയുന്നു, അത് നമുക്ക് അടുത്ത ചർച്ച നടത്താം. അങ്ങനെ ഒന്നൊന്ന് ചാടുന്ന ആ പ്രകൃതി ശരിയല്ല, അതൊരു ശരിയായ പ്രകൃതിയല്ല. ഇപ്പോ ഇത് തെളിവായിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ അത് തെളിവല്ലാന്ന് കണ്ടേക്കിന് ഇപ്പൊ അബൂ ഹനീഫ ഇമാമും മദ്ഹബിന്റെ ഇമാമുകളിലേക്ക് ചാടുകയാണ്. ആ പ്രവണത ശരിയല്ല. മദ്ഹബിന്റെ ഇമാമുകളിലേക്ക് ചാടുന്ന ആ പ്രവണത ശരിയല്ല. മദ്ഹബിന്റെ ഇമാമുകൾ എന്താ പറഞ്ഞിട്ടുള്ളത്, അവരുടെ വിശാലമായ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യാം. പണ്ഡിതനല്ല ആയിരുന്നെങ്കിൽ മറുപടി പറയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ കേവലം ഒരു സംശയ നിവാരണമല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് അതിനൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ പണ്ഡിതനല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല, പണ്ഡിതനായിരുന്നുവെങ്കിൽ അറിയുമായിരുന്നു എന്ന് വരുത്താണ്. നിങ്ങൾക്ക് ഒരു പണ്ഡിതനെ കൂട്ടി വരണം. നിങ്ങൾ ഏതെങ്കിലും 4 അക്ഷരം കൂട്ടി വായിച്ചിട്ട് അർത്ഥം അറിയാം, അർത്ഥം വായിച്ച അർത്ഥം വെക്കാൻ കഴിയുന്ന ഒരു പണ്ഡിതനെ നിങ്ങൾ കൂട്ടി വരണം ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യാം അല്ലെ? നൂർ ഫൈസ് ഉസ്താദ് അങ്ങനെയല്ല ചെയ്യേണ്ടത്? നൂർ ഫൈസ് ഉസ്താദ് അല്ലെ, അദ്ദേഹം പറഞ്ഞത് ഞാൻ പണ്ഡിതനല്ല, ആയിരുന്നുവെങ്കിൽ മറുപടി പറയുമായിരുന്നു എന്നാണ്. അപ്പോ അതൊരിക്കലും അങ്ങനെ അദ്ദേഹം പണ്ഡിതനാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയില്ല. പിന്നെ അദ്ദേഹം റാദുൽ മുഖ്താറിലുണ്ട്, എന്താ ദാറുൽ മുഖ്താറോ? ദാറുൽ മുഖ്താറുടെ കിതാബിലെ സുഹൃത്തെ, അതൊക്കെ നിങ്ങൾ ഈ കണ്ടുകൊണ്ട് അവിടുന്ന് വിടുന്നു. വിജ്ഞാനം അതിന്റെ സ്രോതസ്സിൽ നിന്ന് പഠിക്കാതിരുന്നാണ് വലിയ അപകടമാണ്. ഒരാൾ MBBS പഠിക്കുന്നതേ മെഡിക്കൽ കോളേജ് അല്ലാതെ കടപ്പുറത്ത് പോയി പഠിച്ചിട്ടുണ്ടെങ്കിലേ അയാൾ MBBS പഠി ഡോക്ടർ ആവില്ല. ഒരാൾ LLBക്ക് വക്കീലാവാൻ പഠിക്കുന്നതേ ഏതെങ്കിലും കൊറക്കറവിന് പോയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ LLB ആവില്ല. അതാണ് നിങ്ങൾക്കൊക്കെ പറ്റുന്ന വലിയ വലിയ പ്രശ്നമാണ്. വിജ്ഞാനം അതിന്റെ സ്രോതസ്സിൽ നിന്ന് പഠിക്കണം. അത് ഇല്ലാത്തൊരു കുറവ്, അത് വലിയ കുറവാണ്. പക്ഷെ ആ കുറവിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കല്ല. അപ്പൊ അതുള്ള ആളുകളെ നിങ്ങൾ അവലംബിക്കാണ് വേണ്ടത്. പണ്ഡിതന്മാരെ അവലംബിക്കണം, പണ്ഡിതന്മാരെ അവലംബിക്കണം. ഇത് നിങ്ങൾക്കതിന് സാധിക്കൂലെങ്കിൽ നിങ്ങൾ നല്ലൊരു പണ്ഡിതനുമായിട്ട് വരണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഈ അർക്കാനുകൾ അറബിയിലും അല്ലാത്തവ അന്യഭാഷയിലും നിർവഹിക്കുക എന്ന നമ്മുടെ വിവേചനത്തിന്റെ തെളിവെന്ത്? ഒന്ന്. രണ്ടാമത്, 13 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകം എന്നിട്ടും എന്തേ മുഴുവൻ അറബിയും നിർവഹിച്ചു? രണ്ടാമത്തെ ചോദ്യം. ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലം മുതൽ ലോകത്തിന്റെ നാനാഭാഗത്തും നിർവഹിക്കപ്പെട്ട ഖുതുബ എന്തുകൊണ്ട് അറബിയിൽ മാത്രമായി? ഇതൊക്കെ ചോദിക്കണം, കേട്ടില്ലേ? അതൊക്കെ നിങ്ങൾ ചോദിക്കണം. ഏതോടുകൂടെ ശ്രോതാക്കൾ അറബി തിരിയാത്തവരായിരിക്കെ തന്നെ എന്തുകൊണ്ട് അവ അറബിയിലായി? ഇതിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ മറ്റു ക്ലാസ് റൂമിൽ പോയിട്ട് അതിനെന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി അതേറ്റ് വരിക. ഇനി അത് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കൂല എങ്കിൽ സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ, ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ അയാളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ടെങ്കിൽ ചർച്ചയ്ക്കൊരു സുഖം ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. ഞാൻ സാധാരണക്കാരനാണ്, പണ്ഡിതനല്ല, ആയിരുന്നെങ്കിൽ മറുപടി പറയുമായിരുന്നു. അതുകൂടി നിങ്ങളെ വാതിലറിഞ്ഞു, നിങ്ങൾക്ക് വേഗം മറുപടി തരാന്. ഞാൻ പണ്ഡിതനല്ലല്ലോ, സാധാരണക്കാരൻ, ആയിരുന്നെങ്കിൽ മറുപടി പറയുമായിരുന്നു. അതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണ്ഡിതനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനതിന് വന്നത് ഞങ്ങൾ ചോദിക്കൂല. അപ്പൊ നിങ്ങൾക്ക് സുഖമാണ്, വളരെ സുഖമാണ്, വളരെ തന്ത്രപരമായ സുഖമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ആഷിം ബിൻ ഫൈസലിന് മൈക്കെടുക്കാം, ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കാം, ഇല്ല എങ്കിൽ നമുക്കിത് ഫൈനൽ ചെയ്യാം. എന്നിട്ട് മദ്ഹബിന്റെ ഇമാമുകൾ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ദാറുൽ മുഖ്താറോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള വല്ല മുഖ്താറോ അല്ലെങ്കിൽ കിതാബൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരാം. ആ നിങ്ങൾ പറഞ്ഞ കിതാബൊക്കെ ആ കിതാബ് നിങ്ങൾ ഉദ്ദേശിച്ച കിതാബും
അതിനപ്പുറമുള്ള കിതാബൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് നേരത്തെ തഫ്സീറുൽ ബഹവി വായിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത്ര ഞാൻ പേസ്റ്റ് ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ 4 മദ്ഹബിന്റെ കിതാബുകൾ മുന്നിൽ വെച്ചിട്ടാണ് ഇപ്പോ ഞങ്ങൾ സംസാരിക്കുന്നത്, കേട്ടില്ലേ? അപ്പൊ അതൊക്കെ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു പണ്ഡിതനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ആ ചർച്ച ആരോഗ്യപരമാവും ഫലപ്രദമാവും. നിങ്ങൾക്ക് ഒറ്റയടിക്കുന്ന മറുപടി പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാലും മറുപടി കിട്ടിയാൽ ഞാൻ സാധാരണക്കാരനാണ്, പണ്ഡിതനല്ല, ആയിരുന്നെങ്കിൽ മറുപടി പറയുമായിരുന്നേനെ എന്ന് പറയാം. പണ്ടൊരു കവി പറഞ്ഞ മാതിരി അലാലിത്ത ശബാബ യഹൂദി യൗമ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. വയസ്സായതിനു ശേഷം അയാൾ പാടാണ്, എന്റെ കുട്ടിക്കാലം തിരിച്ചു വരികയായിരുന്നുവെങ്കിൽ ഞാൻ ആ കുട്ടിക്കാലത്തോട് നരപ്രായം കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംവദിക്കുമായിരുന്നു. പക്ഷെ നടക്കാൻ പോണ കാര്യമല്ല. അപ്പൊ അതൊന്നൊരു ശരിയായ രീതിയല്ല എന്ന് ഉണർത്തുകയാണ് ഈ ചോദ്യത്തിന്. ഏതാ ചോദ്യം? അർക്കാനുകൾ അറബിയിലും അല്ലാത്തവ മലയാളത്തിലും എന്ന വിവേചനത്തിന്റെ തെളിവെന്ത്? ഒരു ചോദ്യം. 2, ഖുലഫാ ഉർ റാഷിദീങ്ങൾ അടക്കമുള്ള ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും സ്വഹാബത്തിന് അയച്ചപ്പോൾ അവർ അറബിയിൽ മാത്രം നിർവഹിച്ചത് എന്തുകൊണ്ട്? 3, ശ്രോതാക്കൾ അറബി അറിയാത്തവരായിരിക്കെ തന്നെ 13 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകം ഈ നടപടിയുടെ പിന്നാലെ പോയതെന്തുകൊണ്ട്? ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ പോയിട്ട് ചോദിച്ചിട്ട് അതിന്റെ മറുപടിയുമായിട്ട് വരണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. അല്ലാത്തൊരു ചർച്ചയ്ക്ക് നമുക്ക് മറ്റൊരു അവസരമാകാം. ഇതുമായി വല്ലതും പറയാണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളുന്നില്ല. ഉസ്താദ് പറഞ്ഞത് ഞാൻ എന്തായാലും ഇനി മറ്റ് ക്ലാസ് റൂമിൽ പോയിട്ട് ചോദിക്കാനാണ്. ഏതായാലും മറ്റേ കൊളക്കടവിലും കടപ്പുറത്തൊന്നും ഓതി പഠിക്കാതെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ധാരാളം ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവരോട് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നിങ്ങൾ അവിടെ തന്നെയല്ലേ പഠിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്തരം ആളുകളെ കണ്ട് അത്തരം സംശയങ്ങൾ നിവാരണം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് കൃത്യം മനസ്സിലാക്കാനാണ് എന്റെ വിശ്വാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ എല്ലാ ഖുതുബയിലും ഒരേ രീതിയിലാണ് ആയിരുന്നു ഹംദ് ചൊല്ലിയിരുന്നത്. സലാത്ത് ഒരേ സലാത്തായിരുന്നു, തഖ്വയുടെ വസിയത്ത് ഒരേ ഒന്നായിരുന്നു. എന്നാൽ തന്നെ അത് അറബിയിലാവണം എന്നുള്ള അതിനെന്താ തെളിവ്? അതുപോലെ റസൂലുള്ളാഹി കാലികമായ വിഷയങ്ങൾ പറഞ്ഞതും തന്നെ എല്ലാ ദിവസവും അറബി ഭാഷയിലായിരുന്നല്ലോ. അപ്പൊ അതൊന്നും അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. എന്നാലും ശരി, നിങ്ങൾ അതിന് വലിയ ചെയ്താലും നിങ്ങൾ അതിന്റെ ശക്തമായ തെളിവുമായി നിങ്ങൾ വരിക. പിന്നെ അർക്കാനുകൾ അറബിയിലാവണം, അർക്കാനുകൾ അല്ലാത്തവ അറബിയിലാകും. മറ്റേ അതായത് ഹംദ്, സലാത്ത്, തഖ്വയുടെ വസിയത്ത്, ആയത്തോതൽ, അത് ദുആ, ഇതൊക്കെ അറബിയിലാവണം. അല്ലാത്തവ അറബിയിലാവേണ്ടതില്ല എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് തേടി പിടിക്കുക. എന്നിട്ട് നിങ്ങൾ അതുമായി വരിക. സാധിക്കുകയാണെങ്കിൽ ആ വരുന്ന സമയത്ത് നിങ്ങൾ അംഗീകരിക്കുന്ന നല്ലൊരു പണ്ഡിതനെയും കൂട്ടി വരിക. എന്നാൽ നമുക്ക് സംസാരിക്കുമ്പോഴേ ഒരു സുഖം ഉണ്ടാവും. ആ വിഷയം നേരത്തെ അറിയാൻ എം ടി താരിമിനൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വിഷയം അറിയിച്ചുകൊണ്ട് അവരെ വരുത്തുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടൊക്കെ വെറുതെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, അതിന് മറുപടി ഇങ്ങനെ പറയാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതുകൊണ്ട് പ്രത്യേകമായ ഫലം കിട്ടൂല. നിങ്ങളുടെ സംശയം പൂർണ്ണമായും മാറണം. എന്നിട്ട് നിങ്ങൾ സത്യത്തിലേക്ക് വരണം. ആ ആഗ്രഹത്തോടു കൂടിയാണ് ഇത്രയും അധികം അവസരം നിങ്ങൾക്ക് നൽകുന്നത്. പക്ഷെ ആ ആഗ്രഹം സാഫല്യമാവണമെങ്കിൽ എന്ത് വേണമെന്നുണ്ടോ, ഓരോ കാര്യം അത് തീർത്തു പോകണം. ഒരു കാര്യങ്ങൾ ചോദിക്കുക, അതിന്റെ സംശയം പൂർണ്ണമായും അണ്ട് തീർക്കുക. എന്നിട്ട് സംശയം തീർന്നു എന്ന് നിങ്ങളാണ്ട് പറയണം. അതുവരേക്കും ആ വിഷയം തന്നെ ആയിരിക്കും ചർച്ച. അതല്ല ആ സംശയം തീരാതെ വേറൊന്നിലേക്ക് കടക്കുക, എന്നിട്ട് അത് തീരാതെ വേറൊന്നിലേക്ക് കടക്കുക. അതുകൊണ്ട് പ്രത്യേകമായ ഫലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത് എന്ന് അറിയിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് എം ടി താരിമി അദ്ദേഹം വിശ്രമിച്ചോട്ടെ. നാളെ അദ്ദേഹത്തിന് ദർസ് നടത്തണം, അല്ലെ? പിന്നീട് ചാടാരിക്ക് പോകണം, പിന്നെ പെരിന്തൽമണ്ണയ്ക്ക് തിരിച്ചു വരണം, പിന്നെ വൈകുന്നേരം പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകണം. വളരെ തിരക്ക് പിടിച്ച ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ, സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ, ദീർഘകാലം അല്ലാഹുവിന് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത്